ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എക്സാമിൻ്റെ 7ാമത്തെ മൊഡ്യൂൾ ഡി സി മെഷീൻസിലെ ഡി സി ജനറേറ്റർ എന്ന് പറയുന്ന പാർട്ടാണ്. ഡി സി മെഷീൻസിൽ ഡി സി ജനറേറ്റർ ഉണ്ട്, ഡി സി മോട്ടർ ഉണ്ട്, 2 പാർട്ടായിട്ടാണ് സിലബസ് ഉള്ളത്. അത് വലിയൊരു ടോപ്പിക്കാണ്. നിങ്ങൾക്കറിയാം, മെഷീൻസ് എന്ന് പറയുന്നത് തന്നെ വലിയ ടോപ്പിക്കാണ്. ഡി സി മെഷീൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഏകദേശം ഒരു 40% തന്നെ നമുക്ക് പറയാം. അതിൽ വലിയൊരു ടോപ്പിക്കാണ് ഡി സി ജനറേറ്റർ. അപ്പോൾ ഒരു ജനറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ജനറേറ്റർ ഈസ് എ ഡിവൈസ്, ഈസ് എ മെഷീൻ വിച്ച് കൺവേർട്ട് മെക്കാനിക്കൽ എനർജി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസ്, ഒരു മെഷീനാണ് ജനറേറ്റർ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. ജനറേറ്റർ വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഫാരഡേസ് ലോ വെച്ചിട്ടാണ് ആര് വർക്ക് ചെയ്യുന്നത്? ഡി സി ജനറേറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പോൾ എന്താണ് ഫാരഡേസ് ലോ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ? 2 ലോ ഉണ്ട്. 2 ലോയാണ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ നമുക്ക് പറയാനുള്ളത്. ഒന്ന് ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ whenever the flux linked to a conductor or a circuit changes, an EMF is induced. ഒരു സർക്യൂട്ടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു കണ്ടക്ടറുമായി ബന്ധപ്പെട്ട ഫ്ലക്സിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ അതിനകത്ത് ഒരു EMF ജനറേറ്റ് ചെയ്യും. ഇതാണ് ഫസ്റ്റ് ലോ ഓഫ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. whenever the flux linking to a conductor or a circuit changes, an EMF will be induced. ഇനി സെക്കൻഡ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഇൻഡ്യൂസ്ഡ് EMF. ഇപ്പോൾ നമുക്ക് ആ ഒരു ഫസ്റ്റ് ലോ പ്രകാരം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇറ്റ്സ് EMF ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ്. എത്ര ഫ്ലക്സ് ആണോ അതിനകത്ത് ലിങ്കേജ് ആയത് അല്ലെങ്കിൽ എത്ര ഫ്ലക്സ് ആണ് ചേഞ്ച് ആയത് അതിനെ ആര് ഡിപ്പെൻഡ് ചെയ്യും? ഇൻഡ്യൂസ്ഡ് EMF ഡിപ്പെൻഡ് ചെയ്യും. വിച്ച് മീൻ EMF ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ ഫ്ലക്സ് ഡിവൈഡ് ബൈ ടൈം taken for the change. So this is the second law of Faraday's law of electromagnetic induction. അപ്പോൾ ഡി സി ജനറേറ്റർ വർക്ക് ചെയ്യുന്നത് ഈ പറയുന്ന ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വെച്ചിട്ടാണ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫാരഡേസ് ലോ പ്രകാരം നമ്മൾ EMF ഇൻഡ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ EMF ഇൻഡ്യൂസ് ചെയ്യാനുള്ള റീസൺ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ആണെന്നും പറഞ്ഞു. അപ്പോൾ ചേഞ്ച് ഇൻ ഫ്ലക്സ് കൊണ്ട് EMF പ്രൊഡ്യൂസ് ചെയ്യുന്നത് 2 രീതിയിലാണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന EMF ഉണ്ടാവുക. ഒന്ന് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMFും അതേപോലെ തന്നെ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMFും. ഇങ്ങനെ 2 രീതിയിലാണ് EMF ഫ്ലക്സ് ചേഞ്ച് ചെയ്തിട്ട് EMF പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMFും ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMFും. സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് നോ മൂവ്മെൻറ്റ് ഓഫ് ദ കണ്ടക്ടർ ഓർ ദർ ഇസ് നോ മൂവ്മെൻറ്റ് ഓഫ് ദി മാഗ്നറ്റിക് പാർട്ട്. മാഗ്നറ്റിക് പാർട്ടിൻ്റെയോ മാഗ്നറ്റിക് ഫീൽഡിൻ്റെയോ അതല്ലെങ്കിൽ കണ്ടക്ടറിൻ്റെയോ മൂവ്മെൻ്റ് ഒന്നുമില്ല. ഇറ്റ്സ് ഡ്യൂ ടു സ്റ്റാറ്റിക് EMF. അതായത് 2 കണ്ടക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ 2 വൈൻഡിങ്ങിൻ്റെ അടുത്ത് ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യുക വിത്തൗട്ട് എനി മൂവ്മെൻറ്റ്. ദാറ്റ് ഇസ് കോൾഡ് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF. ഈ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF വെച്ചിട്ടാണ് ആര് വർക്ക് ചെയ്യുന്നത്? ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത്. ഡി സി ജനറേറ്റർ അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് മെഷീൻസ് എല്ലാം വർക്ക് ചെയ്യുന്നത് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF വെച്ചിട്ടാണ്. വിച്ച് മീൻ ദർ ഇസ് എ മൂവ്മെൻറ്റ് ഓഫ് ഫ്ലക്സ് ഓർ കണ്ടക്ടർ. ദർ ഇസ് എ മൂവ്മെൻറ്റ് ഓഫ് മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഓർ കണ്ടക്ടർ. സോ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF ഇസ് ദ ഇൻഡ്യൂസ്ഡ് EMF ഡ്യൂ ടു ദ മൂവ്മെൻറ്റ് ഓഫ് കണ്ടക്ടർ ഇൻ സ്റ്റേഷനറി മാഗ്നറ്റിക് ഫീൽഡ്. ആരെങ്കിലും ഒരാളെ മൂവ് ചെയ്യാൻ പാടുള്ളൂ. 2 പേരും മൂവ് ചെയ്യണമെന്നില്ല. ആരെങ്കിലും ഒരാൾ മൂവ് ചെയ്താൽ മതി. കണ്ടക്ടർ ഇൻ സ്റ്റേഷനറി മാഗ്നറ്റിക് ഫീൽഡ് ഓർ മൂവ്മെൻറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഓൺ സ്റ്റേഷനറി കണ്ടക്ടർ. കണ്ടക്ടർ സ്റ്റേഷനറി ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് മൂവ് ചെയ്യുക, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് സ്റ്റേഷനറി ആയിട്ട് കണ്ടക്ടർ മൂവ് ചെയ്യുക. ആ സിറ്റുവേഷനിൽ EMF പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. ഈ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF വെച്ചിട്ടാണ് ആരെല്ലാം വർക്ക് ചെയ്യുന്നത്? റൊട്ടേറ്റിംഗ് മെഷീൻസ് വർക്ക് ചെയ്യുന്നത്. സോ എ ഡി സി ജനറേറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്, അല്ലെങ്കിൽ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF ആണ്. അപ്പോൾ ഈ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMFന് ഒരു എക്സ്പ്രഷൻ ഉണ്ട്. ആ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് EMF is equal to BLV sin theta. EMF is equal to BLV sin theta. അപ്പോൾ ഇതിനകത്ത് ഓരോ ടേം എന്താണെന്ന് നോക്കാം. E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ EMF ഇൻഡ്യൂസ്ഡ് ആണ്. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ ഓർ എഫക്റ്റീവ് ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ. V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റീവ് വെലോസിറ്റി. ഏത് വെലോസിറ്റിയിലാണ് അതിനകത്ത് മൂവ്മെൻ്റ് ഉള്ളത്? എയ്തർ കണ്ടക്ടർ ഓർ മാഗ്നറ്റിക് ഫീൽഡ്. ദെൻ തീറ്റ, ആംഗിൾ അറ്റ് വിച്ച് ദ കണ്ടക്ടർ
കട്ട് ദ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിനെ കട്ട് ചെയ്യുന്ന കണ്ടക്ടർ കട്ട് ചെയ്യുന്ന ആംഗിളിനെയാണ് തീറ്റ എന്ന് പറയുന്നത്. സോ ഇൻഡ്യൂസ്ഡ് EMF, ഡയനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു BLV സൈൻ തീറ്റ. അപ്പോൾ ഇതാണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് DC ജനറേറ്റർ എന്ന് പറഞ്ഞാൽ. ഇനി ഈ DC ജനറേറ്ററിൻ്റെ ഇൻഡ്യൂസ്ഡ് EMFന് നമുക്കൊരു ഡയറക്ഷൻ പറയാം. ആ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഡയറക്ഷൻ പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലോ ആണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഡയറക്ഷൻ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന റൂളാണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. ആസ് പെർ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ പ്രകാരം നമ്മുടെ റൈറ്റ് ഹാൻഡിൻ്റെ തമ്പ്, ഫോർ ഫിംഗർ, മിഡിൽ ഫിംഗർ, ഈ 3 ഫിംഗേഴ്സും മ്യൂച്വലി 90 ഡിഗ്രി നമ്മൾ പ്ലേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ ഫിംഗറിനും ഓരോ ടേമിനെ റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഫിംഗർ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഡയറക്ഷനെ കാണിച്ചു തരും. ദാറ്റ് ഇസ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. വിച്ച് മീൻ നമ്മൾ ഈ 3 ഫിംഗേഴ്സും തമ്പ്, ഫോർ ഫിംഗർ, മിഡിൽ എല്ലാം 90 ഡിഗ്രി ആയിട്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇഫ് ഫോർ ഫിംഗർ റെപ്രസെൻറ്റ് ഡയറക്ഷൻ ഓഫ് ഫ്ലക്സ്, തമ്പ് റെപ്രസെൻറ്റ് ഡയറക്ഷൻ ഓഫ് മോഷൻ, then the middle finger represents direction of induced EMF. അപ്പോൾ നമുക്ക് 2 സാധനമാണ് ഇൻഡ്യൂസ്ഡ് EMF പ്രൊഡ്യൂസ് ചെയ്യാനുള്ളത്. ഒന്ന് ഫ്ലക്സും രണ്ടാമത്തത് മോഷനും. ഫോർ ഫിംഗർ നമ്മുടെ ഫ്ലക്സിൻ്റെ ഡയറക്ഷനെയും തമ്പ് നമ്മൾ മോഷൻ ഡയറക്ഷനിലും പോയിൻ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മിഡിൽ ഫിംഗർ ഏത് ഡയറക്ഷനിലാണോ നമ്മളുള്ളത് ആ ഡയറക്ഷനിലായിരിക്കും ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. മിഡിൽ ഫിംഗർ എങ്ങോട്ട് പോയിൻ്റ് ചെയ്യുന്നോ ദാറ്റ് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF. ഇനി നമ്മൾ പേപ്പറിനകത്ത് ഈ സാധനം ഇറ്റ്സ് 3 ഡയമെൻഷണൽ കൺസെപ്റ്റ്. നമ്മൾ ഈ പേപ്പറിനകത്ത് EMFൻ്റെ ഡയറക്ഷൻ നമ്മൾ വരയ്ക്കുന്നത് ഒന്നെങ്കിൽ ഒരു ഡോട്ട് സൈൻ ആയിരിക്കും അല്ലെങ്കിൽ ഒരു ക്രോസ് സൈൻ ആയിരിക്കും. ദ ഡോട്ട് സൈൻ റെപ്രസെൻറ്റ്സ് ദ ഡയറക്ഷൻ ടുവേർഡ്സ് ദ ഒബ്സർവർ. ഒബ്സർവറിന് നേരെ ഫീൽഡ് അല്ലെങ്കിൽ ഒബ്സർവറിന് നേരെ നമുക്ക് കറണ്ട് അല്ലെങ്കിൽ ഫീൽഡ് എന്തെങ്കിലും റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നൊട്ടേഷനാണ് ഡോട്ട് നൊട്ടേഷൻ. ക്രോസ് നൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എവേ ഫ്രം ദ ഒബ്സർവർ. പ്ലസ് അല്ലെങ്കിൽ ക്രോസ് നൊട്ടേഷൻ മീൻസ് എബേ ഫ്രം ദ ഒബ്സർവറിൽ നിന്ന് ദൂരേക്ക് പോകുന്ന ഫീൽഡിനെ അല്ലെങ്കിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രോസ് നൊട്ടേഷൻ യൂസ് ചെയ്യുന്നത്. സോ ക്രോസ് നൊട്ടേഷനും ഡോട്ട് നൊട്ടേഷനും ഇറ്റ്സ് യൂസ്ഡ് ഫോർ ദ നൊട്ടേഷൻ ഓഫ് ഡയറക്ഷൻ ഓഫ് ഫ്ലക്സ് ഓർ കറണ്ട് ഇൻ 2 ഡയമെൻഷണൽ ഒബ്ജക്റ്റ്. അപ്പോൾ ഇത്രയാണ് ആസ് എ ബേസിക്സ് ഓഫ് DC ജനറേറ്റർ എന്ന് പറയാനുള്ളത്. ഇനി നമുക്ക് DC ജനറേറ്ററിൻ്റെ കൺസ്ട്രക്ഷനിലേക്ക് പോകാം. കൺസ്ട്രക്ഷൻ ഓഫ് DC ജനറേറ്റർ. അപ്പോൾ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇതിനകത്ത് 2 പാർട്ടായിട്ട് DC മെഷീൻ്റെ കൺസ്ട്രക്ഷനകത്ത് ഒരുപാട് പാർട്സ് ഉണ്ട്. യോക്ക്, പോൾക്കോർ, ആർമേച്ചർ, ഫീൽഡ് കോയിൽ, കമ്മ്യൂട്ടേറ്റർ, ബ്രഷ്, ആർമേച്ചർ കണ്ടക്ടർ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കൺസ്ട്രക്ഷനിൽ വരുന്ന പാർട്സിനെ 2 സർക്യൂട്ടിൻ്റെ പാർട്സ് ആക്കിയിട്ട് ഞാൻ ആദ്യം ഡിവൈഡ് ചെയ്തു. സം ഓഫ് ദി പാർട്സ് ആർ ഇൻ മാഗ്നറ്റിക് സർക്യൂട്ട്, സം ഓഫ് ദി പാർട്സ് ആർ ഇൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട്. അപ്പോൾ മാഗ്നറ്റിക് സർക്യൂട്ടിലും ഇലക്ട്രിക്കൽ സർക്യൂട്ടിലും വരുന്ന രീതിയിൽ 2 രീതിയിലാണ് ഞാൻ ഒരു DC മെഷീൻ്റെ കൺസ്ട്രക്ഷനിലെ പാർട്സിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ആദ്യം വരുന്നത് യോക്ക് എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റിക് സർക്യൂട്ടിൻ്റെ പാർട്ടാണ്. പോൾക്കോർ എന്ന് പറയുന്നത് മാഗ്നറ്റിക് സർക്യൂട്ടിൻ്റെ പാർട്ടാണ്. ആർമേച്ചർ കോർ എന്ന് പറയുന്നത് മാഗ്നറ്റിക് സർക്യൂട്ടിൻ്റെ പാർട്ടാണ്. ആർമേച്ചർ കോർ. എയർ ഗ്യാപ്പ്, ദിസ് ഈസ് എ പാർട്ട് ഓഫ് മാഗ്നറ്റിക് സർക്യൂട്ട്. ഇനി ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ വരുന്ന പാർട്ട് എന്ന് പറയുന്നത് ഒന്ന് ആർമേച്ചർ കണ്ടക്ടർ, അടുത്തത് ഫീൽഡ് കോയിൽ. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഇലക്ട്രിക്കൽ പാർട്ട്, ഫീൽഡ് കോയിൽ. നെക്സ്റ്റ് കമ്മ്യൂട്ടേറ്റർ. നാലാമത്തത് ബ്രഷ്. അങ്ങനെ 8 മെയിൻ പാർട്ടാണ് ഞാനിവിടെ കൺസ്ട്രക്ഷനിൽ പറയുന്നത്. അതിന് 2 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തു. വൺ ഈസ് മാഗ്നറ്റിക് സർക്യൂട്ട് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഇലക്ട്രിക്കൽ സർക്യൂട്ട്. മാഗ്നറ്റിക് സർക്യൂട്ടിൽ വരുന്ന പാർട്സ് എന്ന് പറയുന്നത് യോക്ക്, പോൾക്കോർ, ആർമേച്ചർ കോർ, എയർ ഗ്യാപ്പ്. ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ വരുന്ന പാർട്ട് എന്ന് പറയുന്നത് ആർമേച്ചർ കണ്ടക്ടർ, ഫീൽഡ് കോയിൽ, കമ്മ്യൂട്ടേറ്റർ, ബ്രഷ്. ഇനി നമുക്കിതിൽ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ യോക്ക്. യോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഔട്ടർ മോസ്റ്റ് പാർട്ട് ഓഫ് ദി DC മെഷീൻ. ഇതാണ് നമ്മുടെ മെഷീനെ ഫുള്ളായിട്ട് കവർ ചെയ്യുന്നൊരു പാർട്ട് എന്ന് പറയുന്നത്. ഇറ്റ്സ് ഔട്ടർ മോസ്റ്റ് പാർട്ട് ഓഫ് ദി DC മെഷീൻ. ഈ യോക്കിന് 2 ഫംഗ്ഷനാണ് നോർമലി ഉള്ളത്. അപ്പോൾ 2 കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യോക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന്, ഇത് ഔട്ടർ മോസ്റ്റ് പാർട്ടാന്ന് പറഞ്ഞു. സോ ഇറ്റ്സ്
provide a mechanical support. It provides a mechanical support for the pole and as a protective cover of the whole machine. നമ്മൾ പോളെല്ലാം ഫിക്സ് ചെയ്യുന്നത് യോക്കിൻ്റെ മുകളിലാണ്. അപ്പോൾ യോക്കിന് ഒരു മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുക, അതേപോലെ മെഷീനെ ഓവറോൾ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്ന പർപ്പസ് ചെയ്യുന്ന ആളാരാണ്? യോക്കാണ്. രണ്ടാമത്തത് നമ്മൾ പറഞ്ഞു ഇറ്റ്സ് എ പാർട്ട് ഓഫ് മാഗ്നറ്റിക് സർക്യൂട്ട്. സോ മാഗ്നറ്റിക് സർക്യൂട്ടിൻ്റെ പാർട്ട് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിക് സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്നത് യോക്ക് വഴിയാണ്. സോ യോക്കിൻ്റെ രണ്ടാമത്തെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് അലൗ ദ മാഗ്നറ്റിക് സർക്യൂട്ട് കംപ്ലീറ്റ് ത്രൂ ഇറ്റ്. അതുവഴി മാഗ്നറ്റിക് സർക്യൂട്ടിനെ കംപ്ലീറ്റ് ചെയ്യുക എന്ന പർപ്പസും കൂടെ യോക്ക് ചെയ്യും. So yoke has two purposes. First one is to mechanical support for the pole and the protective cover of the whole machine. The second thing is it's allow the magnetic circuit to complete through yoke. അപ്പോൾ ഈ യോക്ക് നോർമലി ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ചെറിയ മെഷീൻ ആണെങ്കിൽ ഫോർ സ്മോൾ ഡി സി ജനറേറ്റേഴ്സ് ഓർ സ്മോൾ ഡി സി മെഷീൻസ് യോക്ക് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് കാസ്റ്റ് അയൺ. സപ്പോസ് ഫോർ എ ലാർജ് മെഷീൻസ് ഇറ്റ്സ് മെയ്ഡ് അപ്പ് ഓഫ് കാസ്റ്റ് സ്റ്റീൽ ഓർ റോൾഡ് സ്റ്റീൽ. കാസ്റ്റ് സ്റ്റീൽ അല്ലെങ്കിൽ റോൾഡ് സ്റ്റീൽ വെച്ചിട്ടാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്, യോക്കിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ദാറ്റ്സ് അബൌട്ട് യോക്ക്. ഇനി യോക്ക് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് യോക്കിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാർട്ടാണ് പോൾ ഷൂ, പോൾ കോർ, ഈ പറഞ്ഞ രണ്ട് സാധനങ്ങൾ. പോൾ കോർ ആൻഡ് പോൾ ഷൂ. പോൾ കോർ ആൻഡ് പോൾ ഷൂ. പോൾ കോർ എന്ന് പറയുന്നത് പോൾ വൈൻഡിങ് വയ്ക്കാനുള്ള കോറാണ്. പോൾ ഷൂ എന്ന് പറയുന്നത് പോളിൻ്റെ പുറത്തേക്ക് ലാസ്റ്റ് പോർഷനാണ്, ഫ്ലെക്സിനെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി. നമുക്ക് നോക്കാം. അപ്പോൾ പോൾ ഷൂവിന് രണ്ട് ഫംഗ്ഷനാണുള്ളത്. ഇറ്റ്സ് എ 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റ്. ഇതാണ് പോൾ കോറ്. ഇതിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനമാണ് പോൾ ഷൂ. ദിസ് ഇസ് പോൾ കോർ ആൻഡ് ദിസ് ഇസ് പോൾ ഷൂ. അപ്പോൾ പോൾ ഷൂവിൽ രണ്ട് ഫംഗ്ഷനാണ് പോൾ ഷൂവിനുള്ളത്. ഒന്നാമത്തത് എയർ ഗ്യാപ്പിനകത്ത് യൂണിഫോമായിട്ട് ഫ്ലെക്സിനെ സ്പ്രെഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഫംഗ്ഷൻ. ഇവിടെ എയർ ഗ്യാപ്പിനകത്ത് യൂണിഫോമായിട്ട് ഫ്ലെക്സിനെ സ്പ്രെഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ ഈ പോൾ ഷൂ നമ്മൾ നോർമലി ലാർജ് ക്രോസ് സെക്ഷൻ ഏരിയയിലാണ് ഉണ്ടാക്കുന്നത്. വലിയൊരു ക്രോസ് സെക്ഷൻ ഏരിയയിലാണ് നമ്മൾ പോൾ ഷൂ നോർമലി കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലക്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ക്രോസ് സെക്ഷൻ്റെ റിലക്റ്റൻസ് റെഡ്യൂസ് ചെയ്തിട്ട് മാഗ്നറ്റിക് പാത്തിൻ്റെ റിലക്റ്റൻസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ക്രോസ് സെക്ഷൻ വളരെ കൂട്ടുന്നത്. അപ്പോൾ പോൾ ഷൂവിനെ പറ്റി പറയേണ്ട കാര്യം, ഒന്നാമത്തെ ഫംഗ്ഷൻ ഇറ്റ് സ്പ്രെഡ് ഔട്ട് ദ ഫ്ലെക്സ് യൂണിഫോംലി ഇൻ ദ എയർ ഗ്യാപ്പ് ബൈ ഡിക്രീസിങ് ദ റിലക്റ്റൻസ്. രണ്ടാമത്തത് ഫീൽഡ് കോയിൽസിനെ, നമ്മളിവിടെ ഫീൽഡ് കോയിൽസ് ഇവിടെയാണ് വെക്കുക, ഫീൽഡ് കോയിൽസിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ. സോ പോൾ ഷൂ ഹാസ് എ 2 functions: spread out the flux uniformly through the air gap, and second one is it support the field coil. അപ്പോൾ പോൾ കോറും പോൾ ഷൂസും നമ്മൾ ഉണ്ടാക്കിയ മെറ്റീരിയലും കൂടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയിക്കണം. നോർമലി ഇത് ചെയ്യുന്നത് ലാമിനേറ്റഡ് കാസ്റ്റ് സ്റ്റീൽ അല്ലെങ്കിൽ കാസ്റ്റ് അയൺ. ലാമിനേറ്റഡ് കാസ്റ്റ് സ്റ്റീൽ അല്ലെങ്കിൽ കാസ്റ്റ് അയൺ. നമ്മൾ യോക്ക് ഉണ്ടാക്കിയ അതേ മെറ്റീരിയൽ കൊണ്ട് തന്നെയാണ് ആര് ഉണ്ടാക്കുന്നത്? പോൾ ഷൂ ആൻഡ് പോൾ കോർ ഉണ്ടാക്കുന്നത്. ഇത് ലാമിനേറ്റഡ് ആയിരിക്കും. ലാമിനേറ്റ് ചെയ്ത് സ്റ്റാമ്പ് ചെയ്ത് വെച്ച് സ്ക്രൂ ചെയ്ത് ഫിക്സ് ചെയ്ത് വെക്കുന്നതാണ് പോൾ കോർ ആൻഡ് പോൾ ഷൂ. റൈറ്റ്. ദ നെക്സ്റ്റ് വൺ പോൾ കോയിൽസ്. പോൾ കോയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽഡ് വൈൻഡിങ് എന്ന് നമ്മൾ വേറെ രീതി പറയാം. ഫീൽഡ് വൈൻഡിങ് ഇത് ഒരു കോപ്പർ വൈൻഡിങ് ആണ്, അല്ലെങ്കിൽ കോപ്പറിൻ്റെ സ്ട്രിപ്പ്. ഇവിടെ നമ്മൾ കോപ്പറിൻ്റെ സ്ട്രിപ്പ് അല്ലെങ്കിൽ കോപ്പറിൻ്റെ വൈൻഡിങ് പോൾ കോറിൻ്റെ മുകളിൽ വൈൻഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് വൺ ആർമേച്ചർ കോർ. അത് കഴിഞ്ഞ് ഉള്ളിലേക്ക് വരുന്ന സമയത്ത് അടുത്ത പാർട്ടാണ് ആർമേച്ചർ കോർ എന്ന് പറയുന്നത്, അടുത്ത ഭാഗം. ആർമേച്ചർ കോർ എന്ന് പറയുന്നത് ആർമേച്ചർ കണ്ടക്ടേഴ്സിനെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒബ്ജക്റ്റാണ് ആർമേച്ചർ കോർ എന്ന് പറയുന്നത്. ഇത് മാഗ്നറ്റിക് ഫീൽഡിനകത്ത് റൊട്ടേറ്റ് ചെയ്യും. ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ കണ്ടക്ടേഴ്സ് എന്തിനെ കട്ട് ചെയ്യുന്നത്? മാഗ്നറ്റിക് ഫ്ലക്സിനെ കട്ട് ചെയ്തിട്ട് EMF പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ ആർമേച്ചർ കോറിൻ്റെ മെയിൻ ഫംഗ്ഷൻ ഇറ്റ് ഹോൾഡ് ദ ആർമേച്ചർ കണ്ടക്ടേഴ്സ്. ആർമേച്ചർ കണ്ടക്ടേഴ്സിനെ ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് ആർമേച്ചർ കോറിൻ്റെ പ്രധാന ഫംഗ്ഷൻ. സോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് ദ ആർമേച്ചർ കോർ ഈസ് ടു പ്രൊവൈഡ് ലോ റിലക്റ്റൻസ് ടു ദ ഫീൽഡ് ഫ്ലക്സ്. റിലക്റ്റൻസ് കുറച്ച് കട്ട് ചെയ്ത് മാഗ്നറ്റിക് ഫ്ലക്സിനെ റിലക്റ്റൻസ് കുറച്ച് കട്ട് ചെയ്ത് EMF പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മെയിൻ പാർട്ടാണ് നമ്മുടെ ആർമേച്ചർ. സോ അതിന് റിലക്റ്റൻസിൻ്റെ വാല്യൂ വളരെ ലോ റിലക്റ്റൻസ് ഓഫർ ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം ആർമേച്ചർ കോർ എന്ന് പറയുന്നത്. സോ മാഗ്നറ്റിക് സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട ഒരു പാർട്ട് കൂടിയാണ് ഒരു ആർമേച്ചർ കോർ. അപ്പോൾ ആർമേച്ചർ കോറും യോക്കും ഈ പറഞ്ഞ പോളും കൂടെയാണ് നമ്മുടെ മാഗ്നറ്റിക് സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. ആർമേച്ചർ കോള്, പോള്,
യോക്ക്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റൊരു ആളുണ്ട് എയർ ഗ്യാപ്പ്. ഈ 4 പേർക്കിടയിൽ കൂടെയാണ് നമ്മുടെ മാഗ്നറ്റിക് സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ഈ മാഗ്നറ്റിക് സർക്യൂട്ട് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്ത് വേണം? ലോ റിലക്റ്റൻസ് പാത്തായിരിക്കണം പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സോ ആർമേച്ചർ ഷുഡ് പ്രൊവൈഡ് എ ലോ റിലക്റ്റൻസ് പാത്ത്. ദെൻ ആർമേച്ചറിൻ്റെ നോർമലി സ്ട്രക്ചർ എന്ന് പറയുന്നത് സിലിണ്ട്രിക്കൽ സ്ട്രക്ചറാണ് ആർമേച്ചർ ഉണ്ടാവുക. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ സർക്കുലർ ഷീറ്റുകൾ, ചെറിയ ചെറിയ ഷീറ്റുകൾ, തിക്കായിട്ടുള്ള ചെറിയ ചെറിയ ലാമിനേഷൻസ്, ഡിസ്ക് പോലെയുള്ള സർക്കുലർ ഷീറ്റുകൾ നമ്മൾ സ്റ്റാമ്പ് ചെയ്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ലാമിനേറ്റ് ചെയ്ത സാധനം ഒരുമിച്ച് ബിൽഡ് ചെയ്യുന്നതാണ് ആർമേച്ചർ. ഒരുമിച്ച് സ്റ്റാപ്പ് ചെയ്ത് വെക്കുന്നതാണ് നമ്മൾ ആർമേച്ചറിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇറ്റ്സ് സർക്കുലർ ഇൻ ഷേപ്പ്, സ്റ്റാപ്പിൾഡ് ബൈ മീൻസ് ലാമിനേറ്റഡ് സർക്കുലർ ഷേപ്പ്. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് സ്റ്റീലാണ്. സ്റ്റീൽ യൂസ് ചെയ്തിട്ടാണ് ആർമേച്ചർ കോറും പ്രിപ്പയർ ചെയ്യും. റൈറ്റ്. അപ്പോൾ ഇതാണ് ആർമേച്ചർ കോർ എന്ന് പറയുന്നത്. അടുത്തത് നെക്സ്റ്റ് പാർട്ട്. അപ്പോൾ നമ്മൾ മാഗ്നറ്റിക് സർക്യൂട്ടിലെ 4 പാർട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത ഇലക്ട്രിക്കൽ സർക്യൂട്ടിലേക്ക് ഒരു പാർട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫീൽഡ് വൈൻഡിങ്. അടുത്ത പാർട്ടാണ് കമ്മ്യൂട്ടേറ്റർ. കമ്മ്യൂട്ടേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ DC ജനറേറ്റർ ആയാലും ശരി, AC ജനറേറ്റർ ആയാലും ശരി, ഒരു മാഗ്നറ്റിക് ഫീൽഡിനകത്ത് ഈ മാഗ്നറ്റിക് ഫീൽഡിനകത്ത് നമ്മളൊരു കണ്ടക്ടർ മൂവ് ചെയ്യുന്ന സമയത്ത്, റെക്ടാങ്കുലർ കണ്ടക്ടർ ഞാൻ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന EMF എന്ന് പറയുന്നത് ആൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. ബേസിക്കലി അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് ആൾട്ടർനേറ്റിംഗ് കറണ്ട് തന്നെയാണ്. ഇറ്റ്സ് നോട്ട് എ ഡയറക്റ്റ് കറണ്ട്. അപ്പോൾ ഈ ആൾട്ടർനേറ്റിംഗ് കറണ്ടിനെ ഡയറക്റ്റ് കറണ്ടാക്കി കൺവേർട്ട് ചെയ്യാനുള്ള പോർഷനെ പറയുന്ന, അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ സിംപ്ലി ഒറ്റവാക്കി പറഞ്ഞു കഴിഞ്ഞാൽ റെക്ടിഫൈ ചെയ്യുന്ന പാർട്ടാണ് കമ്മ്യൂട്ടേറ്റർ. അപ്പോൾ ഫങ്ഷൻ ഓഫ് കമ്മ്യൂട്ടേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ആർമേച്ചറിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന EMFനെ കളക്ട് ചെയ്യണം, പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ടിനെ കളക്ട് ചെയ്യണം. രണ്ടാമത്തത് ആ കളക്ട് ചെയ്ത കറണ്ട് ആൾട്ടർനേറ്റിംഗ് ഫോമിലുള്ളതാണ്. അതിനെ ഡയറക്റ്റ് ഫോമിലേക്ക്, അല്ലെങ്കിൽ ഡയറക്റ്റ് കറണ്ടിലേക്ക്, അല്ലെങ്കിൽ യൂണി ഡയറക്ഷൻ കറണ്ടിലേക്ക് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് കമ്മ്യൂട്ടേറ്ററിൻ്റെ രണ്ടാമത്തെ ഫംഗ്ഷൻ. ദ ഫസ്റ്റ് ഫംഗ്ഷൻ ഇറ്റ് ഇസ് ടു കളക്ട് ദ കറണ്ട് ആൻഡ് ഇറ്റ് ഷുഡ് റെക്ടിഫൈ ഇറ്റ്. ഇതിൻ്റെ ഷേപ്പും സിലിണ്ട്രിക്കൽ ഷേപ്പാണ്. ഇതിൻ്റെ ഷേപ്പും. അപ്പോൾ ഇതിനെ ഹൈ കണ്ടക്ടിവിറ്റിയുള്ള ഹാർഡ് ഡ്രോൺ ഓർ ഡ്രോപ്പ് ഫോർജ്ഡ് കോപ്പറാണ് നമ്മൾ നോർമലി കമ്മ്യൂട്ടേറ്ററിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ. സിലിണ്ട്രിക്കൽ ഷേപ്പറാണ്. പക്ഷേ ഇത് നമ്മൾ പറഞ്ഞു കറണ്ടിനെ കളക്ട് ചെയ്യാനും റെക്ടിഫൈ ചെയ്യാനും പറ്റണം. സോ ഇറ്റ് ഷുഡ് ബി എ പെർഫെക്റ്റ് കണ്ടക്ടർ, ഇറ്റ് ഷുഡ് ബി എ പെർഫെക്റ്റ് കണ്ടക്ടിവിറ്റി അതിനുണ്ടായിരിക്കണം. സോ ഹാർഡ് ഡ്രോൺ അല്ലെങ്കിൽ ഡ്രോപ്പ് ഫോർജ്ഡ് കോപ്പർ. സിംപ്ലി കോപ്പർ എന്നാണ് നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടാവുക. കുറച്ചും കൂടി ഡെപ്തിലേക്ക് പോവുകയാണെങ്കിൽ അത് ഹാർഡ് ഡ്രോൺ കോപ്പർ അല്ലെങ്കിൽ ഡ്രോപ്പ് ഫോർജ്ഡ് കോപ്പറാണ് നമ്മൾ നോർമലി കമ്മ്യൂട്ടേറ്ററിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്ന സാധനം ഒരുപാട് സെഗ്മെൻറ്റുകൾ ഇതുണ്ടാവും ഇതിനകത്ത്. ആർമേച്ചർ കോറിൽ ഓരോ എത്ര ഇതുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള എത്ര ആർമേച്ചർ സ്ലോട്ടുകളുണ്ടോ, നമ്പർ ഓഫ് ആർമേച്ചർ കോയിൽസിൻ്റെ എത്ര ആർമേച്ചർ കോയിലുകളുണ്ടോ അത്രയും തന്നെ കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റുകൾ നമ്മുടെ കമ്മ്യൂട്ടേറ്ററിന് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റുകളെല്ലാം ഇൻസുലേറ്റ് ചെയ്യുന്നത് ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഉണ്ട്, ദാറ്റ്സ് നെയിം ആസ് മൈക്ക. ഇറ്റ്സ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ടേം. മൈക്ക യൂസ് ചെയ്തിട്ടാണ് കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻസുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എത്ര ആർമേച്ചർ കോയിൽസ് ഉണ്ടോ അത്രയും തന്നെ കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റുകൾ ആർക്കുണ്ടാവും, കമ്മ്യൂട്ടേറ്ററിനുണ്ടാവും. റൈറ്റ്. അപ്പോൾ ഓരോ കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റുകൾക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആർമേച്ചർ കണ്ടക്ടറിലേക്ക് നമുക്ക് കണക്ട് ചെയ്യണം. അത് കണക്ട് ചെയ്യുന്നത് കോപ്പർ ലെഗ് അല്ലെങ്കിൽ കോപ്പർ റൈസർ വെച്ചിട്ടാണ്. കോപ്പർ ലെഗ് അല്ലെങ്കിൽ കോപ്പർ റൈസർ വെച്ചിട്ടാണ് നമ്മൾ കമ്മ്യൂട്ടേറ്ററിനെയും ആർമേച്ചർ കോറിനെയും തമ്മിൽ എന്ത് ചെയ്യുന്നത്, കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്യുന്നത്. Right, that is commutator. Commutator, the main function is to collect the current and rectify it. Then അടുത്ത പാർട്ടാണ് ബ്രഷ്. ബ്രഷിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂട്ടേറ്ററിനകത്തുനിന്ന് കറണ്ടിനെ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ബ്രഷിൻ്റെ ഫംഗ്ഷൻ. ദ ബ്രഷ് ഇസ് ദ മെയിൻ ഫംഗ്ഷൻ ഈസ് കളക്ട് കറണ്ട് ഫ്രം ദ കമ്മ്യൂട്ടേറ്റർ. അപ്പോൾ ഇത് നോർമലി ഉണ്ടാക്കിയിരിക്കുന്നത് കാർബൺ അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് വെച്ചിട്ടാണ്. റെക്റ്റാങ്കുലർ ഷേപ്പുള്ള ഒരു ബ്ലോക്കാണിത്. ജസ്റ്റ് ടു കളക്ട് കറണ്ട് ഫ്രം ദ കമ്മ്യൂട്ടേറ്റർ. കമ്മ്യൂട്ടേറ്ററിനകത്ത് കറണ്ട് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ബ്രഷിൻ്റെ ഫംഗ്ഷൻ. ഇത് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ കാർബൺ അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് ആണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് അറിയേണ്ട ഒരു ടേമാണ് റോക്കർ ആം അസംബ്ലി. റോക്കർ ആം അസംബ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആർമേച്ചർ കോറും അല്ലെങ്കിൽ ആർമേച്ചറും അതേപോലെ തന്നെ കമ്മ്യൂട്ടേറ്ററും റൊട്ടേറ്റിംഗ് പാർട്ടാണ്. ബട്ട് ബ്രഷ് ഈസ് എ സ്റ്റേഷനറി പാർട്ട്. ബ്രഷ് ഒരു സ്റ്റേഷനറിയാണ്, നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുന്നതാണ് ബ്രഷിന്. പക്ഷേ കമ്മ്യൂട്ടേറ്റർ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്ന കമ്മ്യൂട്ടേറ്ററിൽ നിന്നാണ് നമുക്ക് ആരെ കളക്ട് ചെയ്യേണ്ടത്, കറണ്ടിനെ കളക്ട് ചെയ്യേണ്ടത്. സോ ദ ബ്രഷ് ഷുഡ് ബി മൂവബിൾ, അല്ലെങ്കിൽ ബ്രഷിനെ നമുക്ക്
ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരിക്കണം നമുക്ക് ആ കമ്മ്യൂട്ടറിൽ നിന്ന് കറണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഫ്ലെക്സിബിലിറ്റി വേണ്ടിയിട്ട് ബ്രഷിനെ കണക്ട് ചെയ്യുന്ന അസംബ്ലിയെ പറയുന്ന പേരാണ് റോക്കർ ആം അസംബ്ലി. ഈ റോക്കർ ആം അസംബ്ലി ഉള്ളതുകൊണ്ടാണ് ബ്രഷിന് കറക്റ്റ് ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതും അത് മൂവ് ചെയ്യുന്ന കമ്മ്യൂട്ടേറ്ററിനകത്തുനിന്ന് കറണ്ടിനെ കളക്ട് ചെയ്യാൻ പറ്റുന്നതും. സോ റോക്കർ ആം അസംബ്ലി ഈസ് യൂസ്ഡ് ഫോർ ബ്രഷ്. ഇത് PSC പലതവണ ചോദിച്ചതാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ വീഡിയോ കേൾക്കുന്ന സമയത്ത് ചില മിസ്സിങ്ങുകളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവും. ബിക്കോസ് DC മെഷീൻസ് എന്ന് പറയുന്ന ടോപ്പിക് ഇറ്റ്സ് എ വൈഡ് ടോപ്പിക്. അപ്പോൾ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ആവശ്യമുള്ള സാധനം മാത്രം പറയുന്നതാണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമുള്ള കാര്യങ്ങളെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. എന്താണ് സാധനം, എന്തിനുപയോഗിക്കുന്നു, അതിൻ്റെ ഷേപ്പ് എന്ത്, അതിൻ്റെ മെറ്റീരിയൽ എന്ത്, ഇത്രയും കാര്യങ്ങളാണ് PSC ഈ കൺസ്ട്രക്ഷൻ്റെ കാര്യത്തിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഓരോന്നിനും ഡെപ്തിലേക്ക് നമ്മൾ പോകുമ്പോൾ വീണ്ടും പല കാര്യങ്ങളും പറയേണ്ടി വരും. സോ നെക്സ്റ്റ് വൺ ബിയറിംഗ്. അടുത്തതാണ് ബിയറിംഗ്. ബിയറിങ്സ് എന്ന് പറയുന്നത് റൊട്ടേറ്റിംഗ് പാർട്ടിൽ ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു സാധനമാണ് ബിയറിങ്. അതേപോലെ തന്നെ എൻഡ് പ്ലേറ്റ്, ഇങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടെന്ന് മാത്രം പറയാം. എൻഡ് പ്ലേറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഔട്ടർ മോസ്റ്റ് എന്താ പറയുക ഫിക്സ് ചെയ്ത് വെക്കാനുള്ള പാർട്ടാണ്. എല്ലാത്തിനെയും കൂടെ ഒരു ഫ്രിക്ഷൻലെസ് ആയിട്ട് റൊട്ടേഷന് വേണ്ടിയിട്ട് ഫിക്സ് ചെയ്ത് വെക്കുന്ന ഫ്രിക്ഷൻലെസ് റൊട്ടേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കൂടെ കവർ ചെയ്ത് വെക്കുന്ന പാർട്ടാണ് എൻഡ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഇതിനെ കൂൾ ചെയ്യാൻ വെച്ചിരിക്കുന്ന മറ്റൊരു സാധനമാണ് കൂളിംഗ് ഫാൻ. ഇതെല്ലാം അഡീഷണൽ പാർട്ടാണ്, നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇത്രയും സാധനങ്ങൾ അവിടെ ഉണ്ടെന്നുള്ളത് ഓർത്തിരിക്കുക. ബിയറിങ്സ്, എൻഡ് പ്ലേറ്റ് ആൻഡ് കൂളിംഗ് ഫാൻ. അപ്പോൾ ഇത്രയാണ് നമുക്ക് DC മെഷീൻ്റെ കൺസ്ട്രക്ഷനിൽ പറയാനുള്ളത്. മാഗ്നറ്റിക് സർക്യൂട്ടിലുള്ള സാധനങ്ങളും ഇലക്ട്രിക്കൽ സർക്യൂട്ടിലുള്ള സാധനങ്ങളും. DC ജനറേറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ പോലെ തന്നെയാണ് DC മോട്ടറിൻ്റെ കൺസ്ട്രക്ഷൻ. DC മോട്ടറിനകത്ത് സെപ്പറേറ്റ് കൺസ്ട്രക്ഷൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് സിമിലർ ടു ദാറ്റ് ഓഫ് DC ജനറേറ്റർ, ബട്ട് ദ വർക്കിംഗ് ഈസ് ഇറ്റ്സ് കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജി ടു മെക്കാനിക്കൽ എനർജി. But here DC generator converts mechanical energy to electrical energy. The next one, type of DC generator. Types of DC generator. ഇപ്പോൾ DC ജനറേറ്ററിന് ഒരുപാട് ടൈപ്സ് ഉണ്ട്. ഈ ടൈപ്സ് എല്ലാം പറയുന്നത് ആസ് പെർ എക്സൈറ്റേഷൻ, ഫീൽഡ് എക്സൈറ്റേഷൻ എങ്ങനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു, എങ്ങനെയാണ് അതിന് ഫീൽഡ് എക്സൈറ്റേഷൻ കൊടുക്കുന്നത്. ഡിപ്പെൻഡ്സ് ഓൺ ദ ഫീൽഡ് എക്സൈറ്റേഷൻ വിൽ ക്ലാസിഫൈ ദ DC ജനറേറ്റർ. ഇപ്പോൾ രണ്ടായിട്ടാണ് ആദ്യമായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, വിച്ച് ഈസ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC ജനറേറ്റർ ആൻഡ് സെൽഫ് എക്സൈറ്റഡ് DC ജനറേറ്റർ. സെൽഫ് എക്സൈറ്റഡ് ആൻഡ് സെപ്പറേറ്റ് എക്സൈറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ DC ജനറേറ്ററിൻ്റെ ഫീൽഡിലേക്ക് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു സർക്യൂട്ട് യൂസ് ചെയ്തിട്ട്, സെപ്പറേറ്റ് ആയിട്ട് DC ജനറേറ്റർ യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു ബാറ്ററി യൂസ് ചെയ്തിട്ട്, സെപ്പറേറ്റ് ആയിട്ട് ഒരു സോഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഫീൽഡിനെ എക്സൈറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് DC ജനറേറ്റർ ആർ കോൾഡ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC ജനറേറ്റർ. സപ്പോസ് ആ ജനറേറ്ററിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന EMF വെച്ചിട്ട് തന്നെ നമ്മൾ അതിനെ എക്സൈറ്റ് ചെയ്യാം. ആ ജനറേറ്ററിൽ ഓൾറെഡി ജനറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഡിവൈസ് ടു പ്രൊഡ്യൂസ് EMF. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന EMFനെ യൂസ് ചെയ്തിട്ട് അതേ മെഷീൻ്റെ തന്നെ ഫീൽഡിനെ എക്സൈറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് DC ജനറേറ്റേഴ്സ് ആർ കോൾഡ് സെൽഫ് എക്സൈറ്റഡ് DC ജനറേറ്റർ. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, സെൽഫ് എക്സൈറ്റഡിൽ ഫസ്റ്റ് EMF പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഫീൽഡിന് എക്സൈറ്റേഷൻ വേണം. അത് എവിടെ നിന്ന് കിട്ടും? ദാറ്റ് ഈസ് റെസിഡ്വൽ മാഗ്നറ്റിസം. സോ സെൽഫ് എക്സൈറ്റഡ് DC ജനറേറ്റേഴ്സിന് പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ഹാവ് എ റെസിഡ്വൽ മാഗ്നറ്റിസം. അതിനകത്ത് റെസിഡ്വൽ മാഗ്നറ്റിസം ഉണ്ടെങ്കിൽ മാത്രമേ ഇനീഷ്യലി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിന് EMF പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള കൺസ്ട്രക്ഷൻ ആയിരിക്കും ആർക്കുണ്ടാവുക, സെൽഫ് എക്സൈറ്റഡ് DC ജനറേറ്റേഴ്സിന്. ഇനി സെപ്പറേറ്റ്ലി എക്സൈറ്റഡിന് നമുക്ക് പ്രധാനപ്പെട്ട ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു എക്സ്റ്റേണൽ സർക്യൂട്ട് വേണം, അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ സോഴ്സ് വേണം ഇതിനെ എക്സൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സിറ്റുവേഷനിൽ നമുക്ക് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് എന്ന് പറയുന്നത് പ്രാക്ടിക്കലി കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതുകൊണ്ട് സെൽഫ് എക്സൈറ്റഡ് DC ജനറേറ്റേഴ്സ് ആണ് കൂടുതൽ യൂസ് ചെയ്യുക. അതുകൊണ്ട് നമ്മൾ സെൽഫ് എക്സൈറ്റഡിനെ പറ്റി കൂടുതൽ പഠിക്കുന്നു. എഗെയിൻ ഇറ്റ്സ് ക്ലാസിഫൈഡ് ആസ് 3: സീരീസ് ജനറേറ്റർ, ഷണ്ട് ജനറേറ്റർ, കോമ്പൗണ്ട് ജനറേറ്റർ. ഈ മൂന്നിൻ്റെ പേരിൽ തന്നെയുണ്ട് എന്തുകൊണ്ടാണ് സീരീസ്, ഷണ്ട്, കോമ്പൗണ്ട് എന്ന് പറയാൻ കാരണം. സീരീസ് ജനറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫീൽഡ് വൈൻഡിങ്ങും ആർമേച്ചർ വൈൻഡിങ്ങും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മൾ പറഞ്ഞു സെൽഫ് എക്സൈറ്റഡ്, ആ ജനറേറ്റ് ചെയ്യുന്ന EMF തന്നെയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള എക്സൈറ്റേഷൻ എടുക്കുന്നത്. അപ്പോൾ ആർമേച്ചർ കണ്ടക്ടേഴ്സും സീരീസ് ആയിട്ടാണ്, ആർമേച്ചർ കണ്ടക്ടേഴ്സിന് സീരീസ് ആയിട്ടാണ് നമ്മൾ ഫീൽഡ് കണ്ടക്ടേഴ്സ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് ജനറേറ്റേഴ്സ് ആർ കോൾഡ് സീരീസ് ജനറേറ്റർ. സപ്പോസ് ആർമേച്ചർ കണ്ടക്ടറിന് ഷണ്ട് ആയിട്ടാണ്, അപ്പോൾ ഞാനിത് വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ ആർമേച്ചർ കണ്ടക്ടർ വരച്ചു, ആർമേച്ചർ കണ്ടക്ടറിന് സീരീസ് ആയിട്ടാണ് ഞാൻ ഫീൽഡ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് ജനറേറ്റേഴ്സ് ആർ കോൾഡ് സീരീസ് ജനറേറ്റേഴ്സ്. ഷണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആർമേച്ചർ കണ്ടക്ടേഴ്സിന് പാരലൽ ആയിട്ടാണ് ഞാൻ ഇവിടെ എക്സൈറ്റേഷൻ കോയിൽ കണക്ട് ചെയ്യുന്നതെങ്കിൽ ദിസ് ഈസ് കോൾഡ് ഷണ്ട് ജനറേറ്റർ. ഇനി
കോമ്പൗണ്ട് ജനറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫീൽഡ് എക്സൈറ്റേഷനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു പാർട്ട് സീരീസ് ആയിട്ടും ഒരു പാർട്ട് പാരലായിട്ട് കണക്ട് ചെയ്യും. നമ്മൾ ആർമേച്ചർ വൈൻഡിങ്ങിന് സീരീസ് ആയിട്ട് ഒരു പാർട്ടും കണക്ട് ചെയ്യും, പാരലായിട്ട് ഒരു പാർട്ടും കണക്ട് ചെയ്യും. അപ്പോൾ ഈ പാരലായിട്ട് കണക്ട് ചെയ്യുന്ന പാർട്ടിനെ ബേസ് ചെയ്തിട്ട് 2 ടൈപ്പാണ് കോമ്പൗണ്ട് ജനറേറ്റർ ഉള്ളത്. ഒന്ന് ഷോർട്ട് ഷണ്ടും രണ്ടാമത്തത് ലോങ് ഷണ്ടും. കോമ്പൗണ്ട് ജനറേറ്ററിനകത്ത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഫീൽഡ് എക്സൈറ്റേഷൻ വൈൻഡിങ്ങിനെ നമ്മൾ 2 പാർട്ടാക്കും. ഒരു പാർട്ട് സീരീസ് ആയിട്ടും കൊടുക്കും, മറ്റേ പാർട്ട് ഷണ്ടായിട്ടും കൊടുക്കും. സോ ഈ ഷണ്ടായിട്ട് കൊടുക്കുന്ന പാർട്ട് ആർമേച്ചറിന് മാത്രമായിട്ടാണ് ഷണ്ട് കൊടുക്കുന്നതെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് DC ജനറേറ്റർ ഈസ് കോൾഡ് ഷോർട്ട് ഷണ്ട്. സപ്പോസ് ഇത് ആർമേച്ചറിന് മാത്രമായിട്ടല്ലാതെ ഇത് സീരീസ് വൈൻഡിങ് ടോട്ടലായിട്ട് ആർമേച്ചറിനും സീരീസ് വൈൻഡിങ്ങിനും കൂടെ ഷണ്ടായിട്ടാണ് നമ്മൾ ഷണ്ട് പാർട്ട് കണക്ട് ചെയ്യുന്നതെങ്കിൽ that type of compound generators are called long shunt compound generators. Clear? This is short shunt and long shunt compound generators. ഇനി ഇതിൽ തന്നെ ഷോർട്ട് ഷണ്ടിനകത്തും ലോങ് ഷണ്ടിനകത്തും മറ്റ് 2 ടൈപ്പും കൂടി ഉണ്ട്. നമ്പർ 1 ക്യുമുലേറ്റീവ് ആൻഡ് ഡിഫറൻഷ്യൽ. ക്യുമുലേറ്റീവ് ആൻഡ് ഡിഫറൻഷ്യൽ ഷോർട്ട് ഷണ്ടിലുണ്ട്, ലോങ് ഷണ്ടിലുണ്ട്. രണ്ടിനും ഒരേപോലെ പറയുന്നതാണ് ക്യുമുലേറ്റീവ് ആൻഡ് ഡിഫറൻഷ്യൽ. ഷോർട്ട് ഷണ്ടിൽ ക്യുമുലേറ്റീവ് ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട് DC ജനറേറ്റർ, ഡിഫറൻഷ്യൽ ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട് DC ജനറേറ്റർ, ക്യുമുലേറ്റീവ് ലോങ് ഷണ്ട് കോമ്പൗണ്ട് DC ജനറേറ്റർ, ഡിഫറൻഷ്യൽ ലോങ് ഷണ്ട് ക്യുമുലേറ്റീവ് DC ജനറേറ്റർ. ഇങ്ങനെ 4 ടൈപ്പ്. അപ്പോൾ ക്യുമുലേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ സീരീസ് ഫീൽഡും ഷണ്ട് ഫീൽഡും 2 പാർട്ടാക്കിയിട്ടാണ്, മീൻസ് ഫീൽഡ് വൈൻഡിങ്ങിനെ സീരീസ് ആയിട്ട് പാരലായിട്ട് 2 പാർട്ടാക്കും. ഈ പാർട്ടാക്കിയിരിക്കുന്ന ഈ 2 വൈൻഡിങ്, ഫസ്റ്റ് വൈൻഡിങ്ങും ഈ 2 വൈൻഡിങ്, ഈ പാർട്ടാക്കിയിരിക്കുന്ന ഈ 2 വൈൻഡിങ് ഇതിൻ്റെ ആംബിയർ ടേൺസ് പരസ്പരം എയ്ഡ് ചെയ്യുകയാണെങ്കിൽ, ഒന്നിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, ഒന്നിനെ എയ്ഡ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് മെഷീൻസ് ആർ കോൾഡ് ക്യുമുലേറ്റീവ്. സപ്പോസ് ഇതിനെ ഓപ്പോസ് ചെയ്യാമെന്ന് വിചാരിക്കുക, ഇത് എയ്ഡ് ചെയ്യല്ല ചെയ്യുന്നത്, ഇത് ഓപ്പോസ് ചെയ്യാമെന്ന് വിചാരിക്കുക, ദാറ്റ് ഈസ് കോൾഡ് ഡിഫറൻഷ്യൽ. സിംപ്ലി 2 വൈൻഡിങ്ങുകൾ ആംബിയർ ടേൺസ് നമ്മൾ എയ്ഡ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ക്യുമുലേറ്റീവ് DC ജനറേറ്റർ, മറ്റേത് ഡിഫറൻഷ്യൽ DC ജനറേറ്റർ. അപ്പോൾ ഇതാണ് DC ജനറേറ്റേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഇപ്പോൾ DC ജനറേറ്റേഴ്സ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ബേസ്ഡ് ഓൺ ദി എക്സൈറ്റേഷൻ. എന്ത് എക്സൈറ്റേഷനാണ് നമ്മൾ അതിനകത്ത് കൊടുക്കുന്നത്, ആ എക്സൈറ്റേഷനെ ബേസ് ചെയ്തിട്ടാണ് DC ജനറേറ്റർ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സെപ്പറേറ്റ്ലി എക്സൈറ്റഡും സെൽഫ് എക്സൈറ്റഡും. സെൽഫ് എക്സൈറ്റഡിൽ സീരീസ് ഉണ്ട്, ഷണ്ട് ഉണ്ട്, കോമ്പൗണ്ട് ഉണ്ട്. കോമ്പൗണ്ടിനകത്ത് 2 ഉണ്ട്, കോമ്പൗണ്ടിൽ ഷോർട്ട് ഷണ്ടും ലോങ് ഷണ്ടും. അതിൽ തന്നെ വീണ്ടും ക്ലാസിഫിക്കേഷൻ ക്യുമുലേറ്റീവും ഡിഫറൻഷ്യലും. റൈറ്റ്. അടുത്തത് നമ്മളിപ്പോൾ കുറേ വൈൻഡിങ്ങുകൾ പറഞ്ഞു. സീരീസ് വൈൻഡിങ്, ഷണ്ട് വൈൻഡിങ്, ക്യുമുലേറ്റീവ് വൈൻഡിങ്, ഇങ്ങനെ കുറേ വൈൻഡിങ്ങുകൾ പറഞ്ഞു. ഇതിനെല്ലാം നമ്മളത് വരയ്ക്കുന്ന സമയത്ത് ചില റെപ്രസെൻറ്റേഷൻസ് ഉണ്ട്, ചില ആൽഫബറ്റ്സ് വെച്ചിട്ടാണ് നമ്മളിത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആർമേച്ചർ ടെർമിനൽസ്. ഇപ്പോൾ ഫസ്റ്റ് ആർമേച്ചർ അല്ല, വൈൻഡിങ് ടെർമിനൽസ് ആണ്. ഏതൊക്കെ വൈൻഡിങ്? ഇത് ആർമേച്ചറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വൈൻഡിങ് ആണ്, A1 ആൻഡ് A2. കമ്മ്യൂട്ടേറ്റിംഗ് വൈൻഡിങ്ങിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് B1 ആൻഡ് B2. കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്ങിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് C1 ആൻഡ് C2. എല്ലാം നമ്മൾ വൈൻഡിങ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അത് ഏത് വൈൻഡിങ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഈ പറഞ്ഞ നമ്പറിംഗ് ആണ് അല്ലെങ്കിൽ ലെറ്ററിംഗ് ആണ്. C1 C2 എന്ന് പറയുന്നത് കോമ്പൻസേറ്റിംഗ് ആണ്. ഫസ്റ്റ് വൺ ആർമേച്ചർ വൈൻഡിങ്, ദിസ് ഇസ് കമ്മ്യൂട്ടേറ്റിംഗ് വൈൻഡിങ്, ദിസ് ഇസ് കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്. D1 ആൻഡ് D2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് സീരീസ് വൈൻഡിങ്. ഷണ്ട് വൈൻഡിങ് എന്ന് പറയുന്നത് E1 ആൻഡ് E2. സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് വൈൻഡിങ് എന്ന് പറയുന്നത് F1 ആൻഡ് F2. ഇതൊരിക്കൽ PSC ചോദിച്ച ചോദ്യമാണ്. ഇതിൽ ഏതാണ് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. A റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആർമേച്ചർ വൈൻഡിങ്, B റെപ്രസെൻറ്റ് ചെയ്യുന്നത് കമ്മ്യൂട്ടേറ്റിംഗ് വൈൻഡിങ്, C റെപ്രസെൻറ്റ് ചെയ്യുന്നത് കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്, D റെപ്രസെൻറ്റ് ചെയ്യുന്നത് സീരീസ് വൈൻഡിങ്, E റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഷണ്ട് വൈൻഡിങ്, F റെപ്രസെൻറ്റ് ചെയ്യുന്നത് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് വൈൻഡിങ് എന്ന് പറയും. ഞാൻ ഈ സീരീസ് വൈൻഡിങ്ങിൻ്റെയും ഷണ്ട് വൈൻഡിങ്ങിന് പറഞ്ഞ സമയത്ത് പറയാൻ വിട്ടുപോയിട്ടുള്ളൊരു പോയിൻ്റ് ഉണ്ട്. ഷണ്ട് വൈൻഡിങ്ങിൽ ഒരുപാട് ടേൺസ് ഉണ്ടാവും.
ഷണ്ട് വൈൻഡിങ്, നമ്മുടെ ഷണ്ട് DC ജനറേറ്ററിന് ഷണ്ട് വൈൻഡിങ്ങിന് നമ്പർ ഓഫ് ടേൺസ് കൂടുതലായിരിക്കും. ഇതൊരു DC ഷണ്ട് ജനറേറ്ററിനകത്ത് ഇതിൻ്റെ ഷണ്ട് വൈൻഡിങ്ങിൻ്റെ നമ്പർ ഓഫ് ടേൺസ് കൂടുതലായിരിക്കും. ഒരുപാട് ടേൺസ് ഉണ്ടാവും ആ ഷണ്ട് ഫീൽഡിങ്ങിന്. അത് യൂസ് ചെയ്തിരിക്കുന്നത് വളരെ ഫൈൻ വയേഴ്സ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളരെ ചെറിയ കറണ്ടായിരിക്കും ആര് ക്യാരി ചെയ്യുന്നത്, ഷണ്ട് ഫീൽഡ് ക്യാരി ചെയ്യുന്നത്. പക്ഷെ നമ്മൾ സീരീസ് വൈൻഡിങ് എടുക്കുന്ന സമയത്ത് സീരീസ് വൈൻഡിങ് എന്ന് വളരെ കുറഞ്ഞ ടേണേ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് ഹെവി വയേഴ്സ് വെച്ചിട്ടാണ് സീരീസ് വൈൻഡിങ് എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് സീരീസ് വൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർമേച്ചറിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിൽ ആർമേച്ചർ കറണ്ട് ഫുൾ ആരിലൂടെ ഫ്ലോ ചെയ്യും, ഫീൽഡ് കറണ്ടിലേക്ക് ഫ്ലോ ചെയ്യും. ഇറ്റ് മീൻസ് ഫീൽഡ് കറണ്ട് ഇസ് ഈക്വൽ ടു ആർമേച്ചർ കറണ്ട് ഇസ് ഈക്വൽ ടു ലോഡ് കറണ്ട്. ഫുൾ കറണ്ട് ഏത് വഴി ഫ്ലോ ചെയ്യും, നമ്മുടെ ഫീൽഡ് വൈൻഡിങ് വഴി ഫ്ലോ ചെയ്യും. പക്ഷേ ഷണ്ട് ഫീൽഡിനകത്ത് അങ്ങനെയല്ല, കുറഞ്ഞ കറണ്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഫ്ലോ ചെയ്യുള്ളൂ. ലോഡ് കറണ്ട് ഫുള്ളായിട്ട് എവിടെ ഫ്ലോ ചെയ്യില്ല, ഷണ്ട് ഫീൽഡിൽ ഫ്ലോ ചെയ്യില്ല. അതിന് നമ്പർ ഓഫ് ടേൺസ് കൂടുതലായിരിക്കും, അതിന് തിൻ വയേഴ്സ് ആയിരിക്കും യൂസ് ചെയ്തിരിക്കുന്നത്. സീരീസ് വൈൻഡിങ്ങിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് തിക്ക് വയേഴ്സ് അല്ലെങ്കിൽ ഹെവി വയേഴ്സ് ആയിരിക്കും, പക്ഷേ നമ്പർ ഓഫ് ടേൺസ് കുറവായിരിക്കും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടൈപ്സ് ഓഫ് DC ജനറേറ്റേഴ്സ് ആൻഡ് ഇറ്റ്സ് ടെർമിനൽ. റൈറ്റ്, ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് സാധനങ്ങളും കൂടെ പറയാത്ത കുറച്ച് പോയിൻറ്റ്സ് പോലെയുള്ള കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. ഒന്ന് സ്പ്ലിറ്ററിങ്. നമ്മൾ കേട്ടിരിക്കുന്ന വേറൊരു പേരായിരിക്കും സ്ലിപ്പ്. AC മെഷീൻസിൽ യൂസ് ചെയ്യുന്ന പാർട്ടാണ് സ്ലിപ്പ്. എന്നാൽ DC മെഷീൻസിൽ സ്പ്ലിറ്ററിങ് ആണ് സ്ലിപ്പ് പകരം യൂസ് ചെയ്തിരിക്കുന്നത്. ഈ സ്പ്ലിറ്ററിങ് എന്ന് പറയുന്നത് ഹാർഡ് ഡ്രോൺ കോപ്പർ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന 2 സെഗ്മെൻ്റുള്ള ഒരു പാർട്ടാണ്. ഹാർഡ് ഡ്രോൺ കോപ്പർ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന 2 സെഗ്മെൻറ്റ്, ഇങ്ങനെ 2 സെഗ്മെൻ്റുള്ള ഒരു പാർട്ടാണ് സ്പ്ലിറ്ററിങ്സ് എന്ന് പറയുന്നത്. ഈ 2 സെഗ്മെൻറ്റുകളും പരസ്പരം ഇൻസുലേറ്റ് ചെയ്ത് വെച്ചിരിക്കും. സോ സ്പ്ലിറ്ററിങ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഹാർഡ് ഡ്രോൺ കോപ്പർ. അത് 2 സെഗ്മെൻ്റായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഇൻസുലേറ്റ് ചെയ്തിരിക്കുകയാണ് പരസ്പരം. അപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ ജനറേറ്ററിനകത്ത് എത്ര കമ്മ്യൂട്ടേറ്റർ ഉണ്ടോ അത്രയും സ്പ്ലിറ്ററിങ്സ് ഉണ്ടാവും. ഒരു കൊമേഴ്ഷ്യൽ ജനറേറ്ററിനകത്ത് എത്ര കമ്മ്യൂട്ടേറ്റർ ഉണ്ടോ, ഒരു കൊമേഴ്ഷ്യൽ ജനറേറ്ററിനകത്ത് നമ്പർ ഓഫ് റിങ്സ് എന്ന് പറയുന്നത് അതിൻ്റെ കമ്മ്യൂട്ടേറ്ററാണ്. അല്ലെങ്കിൽ സ്പ്ലിറ്ററിങ്സ് എന്ന് കമ്മ്യൂട്ടേറ്റർ നമ്മൾ പറയും, കമ്മ്യൂട്ടറിൻ്റെ പാർട്ടാണ് സ്പ്ലിറ്ററിങ്സ്. അപ്പോൾ സ്പ്ലിറ്ററിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂട്ടേഷൻ ചെയ്യുന്ന മെയിൻ സാധനം, റിവേഴ്സിങ് ദ ബ്രഷ് കോണ്ടാക്റ്റ്. നമുക്ക് ആൾട്ടർനേറ്റിംഗ് കറണ്ടിനെ എന്താക്കി മാറ്റണം, ഡയറക്റ്റ് കറണ്ട് അല്ലെങ്കിൽ യൂണി ഡയറക്ഷണൽ കറണ്ടാക്കി മാറ്റണം, ഡയറക്റ്റ് കറണ്ട് യൂണി ഡയറക്ഷനാക്കി മാറ്റണം. അപ്പോൾ അങ്ങനെ ചേഞ്ച് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്ലിറ്ററിങ്സിനെ ബ്രഷിന് കോണ്ടാക്റ്റ് റിവേഴ്സ് ചെയ്തിട്ടാണ് ആർമേച്ചർ ടെർമിനലിൽ വെച്ചിട്ട്, ആർമേച്ചർ കോയിൽ ടെർമിനലിൽ ബ്രഷിനെ റിവേഴ്സ് ചെയ്തിട്ടാണ് അച്ചീവ് ചെയ്യുന്നത്, കമ്മ്യൂട്ടേഷൻ അച്ചീവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കമ്മ്യൂട്ടേറ്റേഴ്സ് റെക്ടിഫൈ ചെയ്യുന്ന പ്രോസസ്സ് വരുന്നത്. സ്പ്ലിറ്ററിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഹാർഡ് ഡ്രോൺ കോപ്പർ വെച്ചിട്ടുള്ള 2 സെഗ്മെൻ്റായിട്ട് ഇൻസുലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പാർട്ടാണ്. ഇറ്റ് ഈസ് എ മെയിൻ പാർട്ട് ഇൻ കമ്മ്യൂട്ടേഷൻ പ്രോസസ്സ്. റൈറ്റ്, നെക്സ്റ്റ് ആർമേച്ചർ വൈൻഡിങ്ങിൻ്റെ ടൈപ്പ്. നമുക്ക് ആർമേച്ചർ വൈൻഡിങ് 2 ടൈപ്പിലാണ് ആർമേച്ചർ വൈൻഡിങ് ഉള്ളത്. ഒന്ന് ലാപ്പ് വൈൻഡിങ്ങും രണ്ടാമത്തത് വേവ് വൈൻഡിങ്ങും. 2 രീതിയിലാണ് ആർമേച്ചർ വൈൻഡിങ് ഉള്ളത്. ഫസ്റ്റ് വൺ ലാപ്പ് വൈൻഡിങ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് വേവ് വൈൻഡിങ്. അപ്പോൾ ലാപ്പ് വൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഓരോ 3 പോയിൻ്റാണ് ഞാൻ പറയുന്നത്. ലാപ്പ് വൈൻഡിങ്ങിന് നമ്പർ ഓഫ് പാരലൽ പാത്ത്സ് ഈക്വൽ ടു നമ്പർ ഓഫ് പോൾസ് ഇൻറ്റു പ്ലക്സ് ഓഫ് ദി വൈൻഡിങ്. നമുക്ക് സിംപ്ലക്സ് വൈൻഡിങ്, ഡുപ്ലക്സ് വൈൻഡിങ്, ട്രിപ്ലക്സ് വൈൻഡിങ് എന്ന് പറഞ്ഞിട്ടുള്ള പല പ്ലക്സ് ഓഫ് വൈൻഡിങ്സ് ഉണ്ട്. അതിനകത്ത് നമ്പർ ഓഫ് പാരലൽ പാത്ത്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പോൾസ് ഇൻറ്റു പ്ലക്സ് ഓഫ് ദി വൈൻഡിങ്. സപ്പോസ് ഇനി വേവ് വൈൻഡിലേക്ക് വരികയാണെങ്കിൽ നമ്പർ ഓഫ് പാരലൽ പാത്ത് ഇസ് ഈക്വൽ ടു ഓൾവേസ് 2. നമ്പർ ഓഫ് പാരലൽ പാത്ത് ഇസ് ഈക്വൽ ടു ഓൾവേസ് 2 ഇൻറ്റു പ്ലക്സ് ഓഫ് ദി വൈൻഡിങ്. റൈറ്റ്, നെക്സ്റ്റ് രണ്ടാമത് നമുക്ക് പറയാൻ പറ്റുന്ന കാരണം നമ്പർ ഓഫ് ബ്രഷസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് പോൾസ്. ബട്ട് വേവ് വൈൻഡിങ്ങിനകത്ത് നമുക്ക് ആകെ 2 ബ്രഷ് മാത്രമേ ഉണ്ടാവുള്ളൂ. ലാപ്പ് വൈൻഡിങ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ലോ വോൾട്ടേജ് ഹൈ കറണ്ട് ആപ്ലിക്കേഷൻസിനാണ് നമ്മൾ ലാപ്പ് വൈൻഡിങ് യൂസ് ചെയ്യുക. ലോ വോൾട്ടേജ് ഹൈ കറണ്ട് ആപ്ലിക്കേഷനാണ് ലാപ്പ് വൈൻഡിങ് യൂസ് ചെയ്യുന്നത്. പക്ഷേ വേവ് വൈൻഡിങ് നമ്മൾ യൂസ് ചെയ്യുന്നത് ലോ കറണ്ട് ഹൈ വോൾട്ടേജ് ആപ്ലിക്കേഷൻസിനാണ്. അപ്പോൾ ഇത് 3ആണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ലാപ്പ് വൈൻഡിങ്ങിൽ നമ്പർ ഓഫ് പാരലൽ പാത്ത്സ് ഈക്വൽ ടു നമ്പർ ഓഫ് പോൾസ്, ദാറ്റ്സ് ഈക്വൽ ടു നമ്പർ ഓഫ് ബ്രഷസ്. പക്ഷേ അത് വേവ് വൈൻഡിങ്ങിലേക്ക് വരുന്ന സമയത്ത് 2 പാരലൽ പാത്തേ ഉണ്ടാവുള്ളൂ, 2 ബ്രഷേ ഉണ്ടാവുള്ളൂ. ദെൻ ലാപ്പ് വൈൻഡിങ് യൂസ് ചെയ്യുന്നത് ലോ വോൾട്ടേജ് ഹൈ കറണ്ട് ആപ്ലിക്കേഷൻസിനാണ്. വേവ് വൈൻഡിങ് യൂസ് ചെയ്യുന്നത് ഹൈ വോൾട്ടേജ് ലോ കറണ്ട് ആപ്ലിക്കേഷൻസിനാണ്. റൈറ്റ്,
ദെൻ ആർമേച്ചർ, ഒരു മെഷീൻ്റെ ആർമേച്ചർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിനെ പറയുന്ന പേരാണ് ആർമേച്ചർ റെസിസ്റ്റർ. ആർമേച്ചർ റെസിസ്റ്റൻസ് നോർമലി അതൊരു ലോ വാല്യൂ റെസിസ്റ്റൻസ് ആണ്, ലെസ് ദാൻ 1 ohm. മാക്സിമം വാല്യൂ ഓഫ് ആർമേച്ചർ റെസിസ്റ്റൻസ് ഈസ് 1 ohm. നമുക്ക് റെസിസ്റ്റൻസ് പല ടൈപ്പ് ഉണ്ട്, ലോ, മീഡിയം, ഹൈ. അപ്പോൾ ലോ റെസിസ്റ്റൻസിന് എക്സാമ്പിളാണ് ആർമേച്ചർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് വാല്യൂ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. മാക്സിമം വരുന്ന വാല്യൂ 1 ആണ്. റൈറ്റ്. ദെൻ ഒരു ഡി സി ജനറേറ്ററിൻ്റെ ഇ എം എഫ് ഇക്വേഷൻ, ഒരു ഡി സി ജനറേറ്ററിൻ്റെ ഇ എം എഫ് ഇക്വേഷൻ, ഇ എം എഫ് ഇക്വേഷൻ ഓഫ് എ ഡി സി ജനറേറ്റർ. ഇ എം എഫ് ഇക്വേഷൻ, ഇ എം എഫ് ഇസ് ഈക്വൽ ടു 5ZNP/60A. ഇതെങ്ങനെ വരുന്നത്, ഇതിൻ്റെ ഡെറിവേഷൻ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഇ എം എഫ് ഇ ഈസ് ഈക്വൽ ടു 5ZNP/60A. ഇതിന് ഓരോ ടേം എന്താണെന്ന് നോക്കാം. 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലക്സ് പെർ പോൾ, Z എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ്, N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ്, P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പോൾസ്, A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പാരലൽ പാത്സ്. സോ 5ZNP/60A is the EMF induced in a DC generator. Clear? Right. അപ്പോൾ അത്രയാണ് ഡി സി ജനറേറ്ററിലെ അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ഓരോ ടൈപ്പ് ഡി സി ജനറേറ്ററിനെയും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി ജനറേറ്റർ. സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി ജനറേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു, ഇതിൻ്റെ എക്സൈറ്റേഷൻ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ഡി സി സോഴ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ സെപ്പറേറ്റ് ഒരു ജനറേറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ ഫീൽഡിനെ എക്സൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി ജനറേറ്റർ നമുക്ക് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ ഒരു സോഴ്സ് നമുക്ക് വേണം, അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു എക്സൈറ്റേഷൻ സിസ്റ്റം നമുക്ക് വേണം. അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷേ ഇതിനൊരു ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതിനെ യൂസ് ചെയ്യുന്നത് ഇലക്ട്രോ പ്ലേറ്റിംഗ് അല്ലെങ്കിൽ ബാറ്ററി ചാർജിങ് ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുന്ന ഒരു ജനറേറ്ററാണ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ജനറേറ്റർ. ഇലക്ട്രോ പ്ലേറ്റിംഗ് അല്ലെങ്കിൽ ബാറ്ററി ചാർജിങ് ആപ്ലിക്കേഷൻസ്. അപ്പോൾ ഇതിൻ്റെ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി ജനറേറ്ററിൻ്റെ മാഗ്നറ്റൈസിങ് ക്യാരക്ടർ നോക്കാം. അപ്പോൾ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി ജനറേറ്റർ ഞാൻ വരയ്ക്കുന്ന സമയത്ത് ഇതാണ് അതിൻ്റെ എക്സെപ്ഷണൽ ഫീൽഡ്, ഇത് ആർമേച്ചർ. റൈറ്റ്, ഇത് ആർമേച്ചർ, ഈ സൈഡിൽ ലോഡ്. സിംപ്ലി വരച്ചതാണ്, അത്ര ഡെപ്തായിട്ട് വരച്ചല്ല, സിംപ്ലി ഒരു സർക്യൂട്ട് വരച്ചതാണ്. അപ്പോൾ ഈ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ജനറേറ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുക. ഫസ്റ്റ് വൺ, മാഗ്നറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ്. മാഗ്നറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ആൻ ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വേണമെങ്കിൽ പറയും. ഇറ്റ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ ഫീൽഡ് ഫ്ലക്സ് ആൻഡ് ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ്. ഫീൽഡിലുള്ള ഫ്ലക്സും ഇൻഡ്യൂസ്ഡ് വോൾട്ടേജും തമ്മിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മാഗ്നറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ്. ഫീൽഡ് ഫ്ലക്സും ഇൻഡ്യൂസ്ഡ് വോൾട്ടേജും. ഇറ്റ്സ് എ അഗെയിൻസ്റ്റ് ഫീൽഡ് ഫ്ലക്സ് ആൻഡ് ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫീൽഡ് ഫ്ലക്സ് എന്ന് പറയുന്ന സാധനം നമുക്ക് മെഷർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇറ്റ്സ് ടു ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് ഫീൽഡ് ഫ്ലക്സ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാഗ്നറ്റൈസിങ് ക്യാര വരയ്ക്കുന്നത് ഫീൽഡ് കറണ്ട് അഗെയിൻസ്റ്റ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആണ്. ഫീൽഡ് കറണ്ട് അഗെയിൻസ്റ്റ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. സോ മാഗ്നറ്റൈസിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഇസ് എ ക്യാര ബിറ്റ്വീൻ ഫീൽഡ് കറണ്ട് ആൻഡ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് വരച്ച് കഴിഞ്ഞാൽ ഈ രീതിയിലായിരിക്കും ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് വരിക. അപ്പോൾ ഇതിന് 3 പാർട്ടാണുള്ളത്. ഒന്ന്, ഇത് ഒരു സീറോയിൽ നിന്നല്ല സ്റ്റാർട്ട് ചെയ്യാം. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ജസ്റ്റ് എബോവ് ദ സീറോ, കാരണം ഡ്യൂ ടു റെസിഡ്വൽ മാഗ്നറ്റിസം. നെക്സ്റ്റ് വൺ, അത് കഴിഞ്ഞ് ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫീൽഡ് കറണ്ട് കൂടുന്നതിനനുസരിച്ച് ഇ എം എഫ് ലീനിയർ ആയിട്ട് പോകും. ദിസ് പോർഷൻ ഈസ് കോൾഡ് ലീനിയർ റീജിയൻ. ആഫ്റ്റർ സം ടൈം ഇത് പതുക്കെ ഫീൽഡ് കറണ്ട് ഇൻക്രീസ് ചെയ്താലും പക്ഷേ ഫീൽഡിൽ ഇ എം എഫിൽ അത്ര ഇൻക്രീസ് ഉണ്ടാവില്ല. ദാറ്റ് പോർഷൻ ഈസ് കോൾഡ് നീ. പിന്നെ ഇതെന്താവും, സാച്ചുറേറ്റഡ് ആവും. ദസ് റീജിയൻ ഈസ് കോൾഡ് സാച്ചുറേഷൻ റീജിയൻ. ഇങ്ങനെ 3 റീജിയനാണ് നമുക്ക് ഒരു ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സിൽ പറയുന്നത്. ലീനിയർ റീജിയൻ, നീ റീജിയൻ ആൻഡ് സാച്ചുറേറ്റഡ് റീജിയൻ. റൈറ്റ്, ദിസ് ഇസ് എ മാഗ്നറ്റൈസിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി ജനറേറ്റർ. ഇനി ഇതിൻ്റെ ലോഡ് ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കാം. ലോഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് കറണ്ട് അഗെയിൻസ്റ്റ് ടെർമിനൽ വോൾട്ടേജ്. ലോഡ് കറണ്ട് അഗെയിൻസ്റ്റ് ടെർമിനൽ വോൾട്ടേജ് ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ ലോഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ ലോഡ് ക്യാരക്ടറിസ്റ്റിക്സ് വരച്ചു കഴിഞ്ഞാൽ ടെർമിനൽ വോൾട്ടേജ് അഗെയിൻസ്റ്റ് ലോഡ് കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് വരച്ചു കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ ടെർമിനൽ വോൾട്ടേജ്. ഞാൻ സപ്പോസ് ഒരു 230 വോൾട്ട് ഒരു 110 വോൾട്ട് ഡി സി ജനറേറ്റർ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതാണ് അതിന് സപ്പോസ് നമുക്ക് കിട്ടേണ്ട ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിട്ടണം, സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ കിട്ടണം. ബട്ട് ഒരിക്കലും നമുക്ക് അങ്ങനെ കിട്ടില്ല. സം ഡ്രോപ്പ് വിൽ ബി ദർ. ഈ ഡ്രോപ്പിനെ പറയുന്ന പേരാണ് IARA ഡ്രോപ്പ്. ഇവിടെയുള്ള ഈ ഡ്രോപ്പാണ് IARA ഡ്രോപ്പ്, അല്ലെങ്കിൽ അതേപോലെ ആർമേച്ചർ ഡ്രോപ്പ് കൊണ്ട്
വോൾട്ടേജിൽ ചെറിയൊരു ഫ്ലക്ച്വേഷൻസ് വരാം, റൈറ്റ്. ബട്ട് ദ ടെർമിനൽ വോൾട്ടേജ് റിമെയിൻസ് ഓൾമോസ്റ്റ് സ്റ്റേബിൾ. ഓൾമോസ്റ്റ് സ്റ്റേബിൾ ആണ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി ജനറേറ്ററിൻ്റെ ടെർമിനൽ വോൾട്ടേജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് ആരായിട്ട് യൂസ് ചെയ്യാൻ പറ്റും? ഇലക്ട്രോപ്ലേറ്റിങ്ങിനും ബാറ്ററി ചാർജിനും യൂസ് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് വൈ വി ആർ യൂസിങ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി ജനറേറ്റർ ഫോർ ഇലക്ട്രോപ്ലേറ്റിംഗ് ആൻഡ് ബാറ്ററി ചാർജർ. നമുക്കതിന് ബാറ്ററി ചാർജർ അല്ലെങ്കിൽ ഇലക്ട്രോപ്ലേറ്റിംഗ് ആപ്ലിക്കേഷൻസിലൊക്കെ വോൾട്ടേജ് കറക്റ്റ് കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് പോലെ തന്നെ കിട്ടണം, അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് തന്നെ വരണം. ബട്ട് ടെർമിനൽ വോൾട്ടേജിൽ അധികം വേരിയേഷൻസ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ആരായിട്ട് യൂസ് ചെയ്യുന്നത്? ബാറ്ററി ചാർജർ അല്ലെങ്കിൽ ഇലക്ട്രോപ്ലേറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. സോ അഡ്വാൻറ്റേജ് ഓഫ് സെൽഫ് എക്സൈറ്റഡ് ഡി സി ജനറേറ്റർ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ടെർമിനൽ വോൾട്ടേജ് റിമെയിൻസ് ഓൾമോസ്റ്റ് സ്റ്റേബിൾ. 100% സ്റ്റേബിൾ എന്ന് പറയാൻ പറ്റില്ല, ദർ ഇസ് എൻ IR ഡ്രോപ്പ്, ഓൾമോസ്റ്റ് സ്റ്റേബിൾ. രണ്ടാമത്തത് ഈ IR ഡ്രോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ആരെ ഡിപ്പെൻഡ് ചെയ്യില്ല? ഫ്ലക്സിനെ ഡിപ്പെൻഡ് ചെയ്യില്ല, ഫീൽഡ് ഫ്ലക്സിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. ബിക്കോസ് ഫീൽഡ് ഫ്ലക്സ് ഈസ് എക്സൈറ്റഡ് ബൈ സം അതർ സോഴ്സ്. നമ്മുടെ സോഴ്സ് നല്ല ഫീൽഡ് ഫ്ലക്സിനെ എക്സൈറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ അത് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ഫീൽഡ് ഫ്ലക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ആർമേച്ചർ ഡ്രോപ്പ് എന്ന് പറയുന്നത്. അതാണ് രണ്ടാമത്തെ അഡ്വാൻറ്റേജ്. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു സർക്യൂട്ട് വേണം. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിന് സെപ്പറേറ്റ് ആയിട്ടൊരു സർക്യൂട്ട് വേണം എക്സൈറ്റേഷന് വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ ഒരു ഡി സി ജനറേറ്റർ വേറെ കൊടുക്കണം, ഒരു ബാറ്ററി വേറെ കൊടുക്കണം, ഇതൊരു എക്സ്റ്റേണൽ സോഴ്സ് വേണം. അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി ജനറേറ്റേഴ്സ് ആർ എക്സ്പെൻസീവ്. ദിസ് ഈസ് വെരി എക്സ്പെൻസീവ്. സോ നമ്മൾ അത്ര എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ പ്രാക്ടിക്കലി അധികം യൂസ് ചെയ്യാറില്ല, റൈറ്റ്. ദ നെക്സ്റ്റ് വൺ ഡി സി ഷണ്ട് ജനറേറ്റർ. നമുക്ക് ഡി സി ഷണ്ട് ജനറേറ്റർ നോക്കാം. സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി ജനറേറ്റർ പോലെ തന്നെ ടെർമിനൽ വോൾട്ടേജിൽ വലിയ വേരിയേഷൻസ് ഇല്ലാത്ത ഏകദേശം കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് നമുക്ക് കിട്ടുന്ന ഒരു ജനറേറ്ററാണ് ഡി സി ഷണ്ട് ജനറേറ്റർ. ഇപ്പോൾ ഡി സി ഷണ്ട് ജനറേറ്ററിൻ്റെ മാഗ്നറ്റൈസിങ് ക്യാരക്ടറിസ്റ്റിക്സ് വരച്ചാലും നമുക്ക് അതേപോലെ തന്നെ ആയിരിക്കും കിട്ടുക. ഇതേപോലെ തന്നെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും മാഗ്നറ്റൈസേഷൻ ക്യാരക്ടറിസ്റ്റിന് കിട്ടുക, IF against E, റൈറ്റ്. പക്ഷേ ഇതിനകത്ത് ഒരു ടേം ഉണ്ട്, ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസ്. ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷണ്ട് ഫീൽഡിൻ്റെ റെസിസ്റ്റൻസിൻ്റെ ഒരു വാല്യൂ ആണ്. ഈ ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസിന് മേലെ വന്നു കഴിഞ്ഞാൽ, ഈ ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മേലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? EMF പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസ് ഈസ് ദ ഹയസ്റ്റ് വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ഓഫ് എ ഡി സി ഷണ്ട് ഫീൽഡ്. ഡി സി ഷണ്ട് ഫീൽഡിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആണ്, വിത്ത് വിച്ച് ഡി സി ഷണ്ട് ജനറേറ്റർ ക്യാൻ ബിൽഡ് അപ്പ് ദ വോൾട്ടേജ്. ഡി സി ഷണ്ട് ജനറേറ്ററിൽ വോൾട്ടേജ് ബിൽഡപ്പ് ചെയ്യാൻ പറ്റുന്ന ഹയസ്റ്റ് വാല്യൂ ഓഫ് റെസിസ്റ്റൻസിനെ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസ്. അപ്പോൾ ഈ ഒരു വാല്യൂ ആണ് നമ്മുടെ ഫീൽഡ് റെസിസ്റ്റൻസിൻ്റെ EMFൻ്റെ പ്രൊഡക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ, ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസ്. ഈ ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസ് നമുക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സ്ലോപ്പ് ഓഫ് ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ മാഗ്നറ്റൈസിങ് ക്യാരക്ടറിസ്റ്റിക്സ്. ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ മാഗ്നറ്റൈസിങ് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ സ്ലോപ്പാണ് നമുക്ക് ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസ്. Critical field resistance is the highest value of the resistance of which shunt field circuit or DC shunt generator can build a voltage. That's called a critical field resistance. ഇനി ഇതിൻ്റെ ലോഡ് ക്യാരക്ടറിസ്റ്റിക്സ് എടുത്തു കഴിഞ്ഞാലും നമ്മൾ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി ജനറേറ്ററിൻ്റെ ലോഡ് ക്യാരക്ടറിസ്റ്റിക്സ് വരച്ച പോലെ തന്നെയാണ് ഇതിൻ്റെ ലോഡ് ക്യാരക്ടറിസ്റ്റിക്സും വരുന്നത്. ലോഡ് ക്യാരക്ടറിസ്റ്റിക്സിലും ഏകദേശം കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? ഒരു ഡി സി ഷണ്ട് ജനറേറ്ററിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, റൈറ്റ്. ദെൻ ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസ് പറഞ്ഞപ്പോൾ ഇതേപോലെ തന്നെ മറ്റൊരു റെസിസ്റ്റൻസ് ആണ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇൻസുലേഷൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡി സി ജനറേറ്ററിന് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ആണ്. നോർമലി ഇൻസുലേഷൻ റെസിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യുന്നത് മെഗർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ആരെ മെഷർ ചെയ്യുന്നത്? ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. ഡി സി മെഷീൻസിൻ്റെ ഇൻസുലേഷൻ റെസിസ്റ്റർ ഒരു കാരണവശാലും 1 മെഗാ ഓമിൽ താഴെ വരാൻ പാടില്ല. വാല്യൂ ഷുഡ് ബി മിനിമം 1 മെഗാ ഓം. ഇത് ഓരോ മാസവും നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയും വേണം. റെഗുലറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഡി സി മെഷീൻസിൽ എല്ലാ മാസവും ഇൻസുലേഷൻ ടെസ്റ്റ് മെഗർ യൂസ് ചെയ്ത് ചെയ്യണം. ദ വാല്യൂ ഷുഡ് ബി 1 മെഗാ ഓം മിനിമം. ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് പറയുന്നത്. സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡി സി ജനറേറ്റേഴ്സ് ആണ്. അപ്പോൾ മാഗ്നറ്റൈസിങ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞ് നോ ലോഡ് വോൾട്ടേജ് അഗെയിൻസ്റ്റ് ഫീൽഡ് കറണ്ട് ആണ് നമുക്ക് മാഗ്നറ്റൈസിങ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇൻറ്റേർണൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറേറ്റർ വോൾട്ടേജ് അഗെയിൻസ്റ്റ് ലോഡ് കറണ്ട് ആണ്. എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ ലോഡ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ടെർമിനൽ വോൾട്ടേജ് അഗെയിൻസ്റ്റ് ലോഡ് കറണ്ട്. സോ നമ്മൾ ഡി സി സീരീസ് മോട്ടറിൻ്റെ ഷണ്ട് മോട്ടറിൻ്റെ കേസ് പറഞ്ഞു. ഡി സി ഷണ്ട് മോട്ടറിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ ലോഡ് ക്യാരക്ടറിസ്റ്റിക്സ് ചെറിയ ഒരു വേരിയേഷൻസ് ആണ് നമുക്ക് ഉണ്ടാവുക. ദിസ് ഇസ് ലോഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡി സി ഷണ്ട് ജനറേറ്റർ.
DC ഷണ്ട് ജനറേറ്റർ എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ജനറേറ്ററാണ്. ഇതിനും നമ്മൾ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC ജനറേറ്റർ പറയുന്ന പോലെ തന്നെ ഇതിൻ്റെ വോൾട്ടേജിലുള്ള വേരിയേഷൻസ് വളരെ കുറവാണ്. നെക്സ്റ്റ് DC സീരീസ് ജനറേറ്റർ. DC സീരീസ് ജനറേറ്ററിൽ നമ്മൾ DC സീരീസ് ജനറേറ്റർ എടുത്തു കഴിഞ്ഞാൽ DC സീരീസ് ജനറേറ്ററിൻ്റെ ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെ ഈ രീതിയിലാണ് ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ് വരിക. ഇൻറ്റേർണൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷേപ്പിലാണ് വരിക. എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഇതിനേക്കാളും കുറച്ചും കൂടെ താഴെ വരും. റൈറ്റ്, ഇത് ഇവിടെ വരുന്ന ഈ ഡ്രോപ്പാണ് ആർമേച്ചർ റിയാക്ഷൻ ഡ്രോപ്പ്. ഇത് IARA ഡ്രോപ്പ് അല്ലെങ്കിൽ ആർമേച്ചർ റെസിസ്റ്റൻസ് കൊണ്ടും ഫീൽഡ് റെസിസ്റ്റൻസ് കൊണ്ടും ഉണ്ടാകുന്ന ഡ്രോപ്പ്. റൈറ്റ്, ഇവിടെ ഇത് നമ്മുടെ ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ്, ഇത് നമ്മുടെ ഇൻറ്റേർണൽ ക്യാരക്ടറിസ്റ്റിക്സ്, ഇത് നമ്മുടെ എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ്. എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഈ ഒരു പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ഇങ്ങനെ താഴേക്ക് വരും. റൈറ്റ്, ദാറ്റ് ഇസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് DC സീരീസ് സർക്യൂട്ട്. DC സീരീസ് മോട്ടർ, DC സീരീസ് ജനറേറ്റർ. ഈ DC സീരീസ് ജനറേറ്റർ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് കറണ്ട് DC ജനറേറ്ററാണ്. ഷണ്ട് ജനറേറ്റർ എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ജനറേറ്ററാണ്. ഈ രണ്ട് കാര്യങ്ങളും ഓർത്തിരിക്കാം. റൈറ്റ്, ദ നെക്സ്റ്റ് വൺ കോമ്പൗണ്ട് ജനറേറ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് കോമ്പൗണ്ട് ജനറേറ്ററിൽ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് 3 തരത്തിലുള്ള കോമ്പൗണ്ടുകളുണ്ട്. ഒന്ന് ഫ്ലാറ്റ് ഫസ്റ്റ് വൺ ഇതാണ് നമ്മുടെ ഇത് വരുന്നെങ്കിൽ ഷണ്ടിൻ്റെത് ഇതാണ് ഷണ്ട് ജനറേറ്റർ എങ്കിൽ ദിസ് ഇസ് ഓവർ കോമ്പൗണ്ടഡ്, ദിസ് ഇസ് ഫ്ലാറ്റ് കോമ്പൗണ്ട്, ദിസ് ഇസ് അണ്ടർ കോമ്പൗണ്ട്, ദിസ് ഇസ് ഡിഫറൻഷ്യലി കോമ്പൗണ്ട്. ഈ രീതിയിലാണ് നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്. ഓവർ കോമ്പൗണ്ട്, ഫ്ലാറ്റ് കോമ്പൗണ്ട്, ഷണ്ട് കോമ്പൗണ്ട്, അണ്ടർ കോമ്പൗണ്ട് എന്ന് പറഞ്ഞിട്ട് എങ്ങനെ ഇതിനെ എയ്ഡ് ചെയ്യുന്നു, എത്ര എമൗണ്ടിൽ എയ്ഡ് ചെയ്യുന്നു ബേസ് ചെയ്തിട്ടാണ് ഈ കോമ്പൗണ്ടിങ് പറയുന്നത്. അപ്പോൾ ഈ കോമ്പൗണ്ടിങ്ങിനകത്ത് ഓവർ കോമ്പൗണ്ടിൽ എവിടെ യൂസ് ചെയ്യുന്നു, ഫ്ലാറ്റ് കോമ്പൗണ്ട് എവിടെ യൂസ് ചെയ്യുന്നു, അണ്ടർ കോമ്പൗണ്ട് എവിടെ യൂസ് ചെയ്യുന്നു, ഇതാണ് സാധാരണ ചോദിച്ചത്. അപ്പോൾ ഓവർ കോമ്പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓവർ കോമ്പൗണ്ടിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓവർ കോമ്പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് നമ്മുടെ സോഴ്സിൽ നിന്നും കുറേ ദൂരെയാണെന്ന് വിചാരിക്കാം. നമുക്ക് ജനറേറ്റ് ചെയ്ത വോൾട്ടേജിനെ സപ്ലൈ ചെയ്യേണ്ട സ്ഥലം കുറച്ച് ദൂരത്താണ്, അല്ലെങ്കിൽ കുറച്ച് ദൂരെയാണ് നമ്മുടെ ലോഡെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്നതാണ് ഓവർ കോമ്പൗണ്ടഡ് DC ജനറേറ്റർ. ഫ്ലാറ്റ് കോമ്പൗണ്ടഡ് യൂസ് ചെയ്യുന്നത് നമ്മുടെ തൊട്ടടുത്താണ് നമ്മുടെ ലോഡെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്നതാണ് ഫ്ലാറ്റ് കോമ്പൗണ്ടഡ് എന്ന് പറയുന്നത്. അണ്ടർ കോമ്പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോ പ്ലേറ്റിംഗ് അല്ലെങ്കിൽ ലൈറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന ജനറേറ്ററാണ് അണ്ടർ കോമ്പൗണ്ടഡ്. ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് വെൽഡിംഗ് പർപ്പസിന് യൂസ് ചെയ്യുന്ന DC ജനറേറ്ററാണ് ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് DC ജനറേറ്റർ. റെഡി? സോ ദീസ് ആർ ദ അപ്ലിക്കേഷൻസ് ഓഫ് ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് ഓർ കോമ്പൗണ്ട് DC ജനറേറ്റേഴ്സ്. സോ ഇത്രയാണ് ടൈപ്സ് ഓഫ് DC ജനറേറ്ററിൽ നമുക്ക് ആവശ്യമുള്ള, വളരെ ആവശ്യം എന്നല്ല അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. നെക്സ്റ്റ് പാരലൽ ഓപ്പറേഷൻ ഓഫ് ജനറേറ്റേഴ്സ്. പാരലൽ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ബസ് ബാറിൻ്റെ അണ്ടറിൽ 2ൽ കൂടുതൽ ജനറേറ്റേഴ്സിനെ ഒരുമിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ പാരലൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. പാരലൽ ഓപ്പറേഷൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് പരസ്പരം ഷെയർ ചെയ്യാൻ പറ്റും. രണ്ടാമത്തത് നമുക്ക് ഈസി ആയിട്ട് ലോഡിനെ മാനേജ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തത് ഈസി ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ട് നമ്മൾ അറ്റ് എ ടൈം ഒരു ജനറേറ്റർ ഒരു DC ജനറേറ്റർ ഉള്ളിൽ ഫുൾ ലോഡ് കൊടുക്കുന്നതിന് പകരം ജനറേറ്റിംഗ് സ്റ്റേഷനിൽ നമ്മൾ ചെയ്യുന്നത് 2ഓ 3ഓ ജനറേറ്റേഴ്സ് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ട് അത് ഒരുമിച്ച് ഒരു പാരലൽ ഓപ്പറേറ്റ് ചെയ്ത് ബസ് ബാറിലൊക്കെ കണക്ട് ചെയ്യും. അപ്പോൾ ഒരു DC ജനറേറ്ററിൻ്റെ പാരലൽ ഓപ്പറേഷന് 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അത് പാരലൽ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന്, ഔട്ട്പുട്ട് വോൾട്ടേജ് മസ്റ്റ് ബി സെയിം. 2 DC ജനറേറ്ററിൻ്റെയും ഔട്ട്പുട്ട് വോൾട്ടേജ് സെയിം ആയിരിക്കണം. ഔട്ട്പുട്ട് വോൾട്ടേജ് മസ്റ്റ് ബി സെയിം. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പൊളാരിറ്റി, ഇത് DC ജനറേറ്ററാണ്, DC ജനറേറ്റർ പൊളാരിറ്റി എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. റൈറ്റ്? അപ്പോൾ പൊളാരിറ്റിയും സെയിം ആണ്, ഔട്ട്പുട്ട് വോൾട്ടേജും സെയിം ആണെങ്കിൽ ഒരു ബസ് ബാറിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽസിനിടയിൽ ഒരു ജനറേറ്റർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത ജനറേറ്റർ നമുക്ക് ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? പാരലൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പാരലൽ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്ന DC ജനറേറ്ററിന് പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞു, ലോഡ് ഷെയറിങ് പോസിബിൾ ആണ്. അപ്പോൾ ലോഡ് എങ്ങനെ ഷെയർ ചെയ്യണം? 50-50 ഷെയർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് 50-50, അല്ലെങ്കിൽ നീ 50% ഷെയർ ചെയ്തോ, നീ 40% ഷെയർ ചെയ്തോ, നമുക്ക് അങ്ങനെ ഫിക്സ് ചെയ്യുന്നത് എന്ത് ബേസിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ അഡ്ജസ്റ്റിംഗ് ഫീൽഡ് റെസിസ്റ്റൻസ്. ഫീൽഡ് റെസിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളിതിൻ്റെ
ലോഡ് ഷെയറിംഗ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഫീൽഡ് റെസിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമുക്കിതിൻ്റെ ലോഡ് ഷെയറിംഗ് എന്ത് ചെയ്യുന്നത്, പാരലൽ ഓപ്പറേഷനിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ദ പാരലൽ ഓപ്പറേഷൻ ഓഫ് ഡി സി ജനറേറ്റേഴ്സ്. റൈറ്റ്. ദെൻ നെക്സ്റ്റ് നമ്മൾ ഡി സി ജനറേറ്ററിൽ മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ആർമേച്ചർ റിയാക്ഷൻ. ആർമേച്ചർ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മെയിൻ ഫീൽഡ് ഫ്ലക്സിൻ്റെ മുകളിൽ ആർമേച്ചർ ഫ്ലക്സ് ഉണ്ടാക്കുന്ന എഫക്റ്റിനെയാണ് നമ്മൾ ആർമേച്ചർ റിയാക്ഷൻ എന്ന് പറയുന്നത്. ആർമേച്ചർ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഫ്ലക്സിൻ്റെ മുകളിൽ മെയിൻ ഫീൽഡ് ഫ്ലക്സിൻ്റെ മുകളിൽ ആർമേച്ചർ ഫ്ലക്സ് ഉണ്ടാക്കുന്ന എഫക്റ്റിനെയാണ് ആർമേച്ചർ റിയാക്ഷൻ എന്ന് പറയുന്നത്. രണ്ട് എഫക്റ്റാണ് ആർമേച്ചർ റിയാക്ഷൻ ഉള്ളത്. ഒന്ന് ക്രോസ് മാഗ്നറ്റൈസിങ് എഫക്റ്റും രണ്ടാമത്തത് ഡീമാഗ്നറ്റൈസിങ് എഫക്റ്റും. റെഡി? ക്രോസ് മാഗ്നറ്റൈസിങ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആർമേച്ചർ കണ്ടക്ടർ ലോവർ കറണ്ട് ക്യാരി ചെയ്യാമെന്ന് വിചാരിക്കാം. ലോഡ് കുറവാണ്, ലോവർ കറണ്ട് ക്യാരി ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പോൾ ആർമേച്ചറിലുള്ള ഈ എം എം എഫ് മെയിൻ ഫ്ലക്സിലുള്ള എം എഫിനെ ഡിസ്ട്രോക്ഷൻ ഉണ്ടാക്കും, ചെറിയൊരു ഡിസ്ട്രോഷൻ ഉണ്ടാക്കും. ആ ഡിസ്ട്രോഷന് പറയുന്ന പേരാണ് ക്രോസ് മാഗ്നറ്റൈസിങ് എഫക്റ്റ്. അത് എപ്പോൾ ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ ആർമേച്ചർ കറണ്ട് ലോവർ ആവുന്ന സമയത്ത്, ലോ വാല്യൂ ഓഫ് ആർമേച്ചർ കറണ്ടിൻ്റെ സമയത്ത് ഈ ആർമേച്ചർ ഫ്ലക്സ് മെയിൻ ഫ്ലക്സിൽ ഒരു ഡിസ്ട്രോക്ഷൻ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ ക്രോസ് മാഗ്നറ്റൈസിങ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്രോസ് മാഗ്നറ്റൈസിങ് എഫക്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഷിനെ ഷിഫ്റ്റ് ചെയ്ത് വെക്കും. നമുക്ക് രണ്ട് ആക്സിസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, ജോമെട്രിക് ന്യൂട്രൽ ആക്സിസും മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസും. ജോമെട്രിക് ന്യൂട്രൽ ആക്സിസും മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസും. ഈ മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസിൽ ബ്രഷ് വെക്കുമ്പോൾ അതിനെ ഷിഫ്റ്റ് ചെയ്ത് വെക്കും യൂസിങ് റോക്കറാം അസംബ്ലി. നമ്മൾ നേരത്തെ പറഞ്ഞ റോക്കറാം അസംബ്ലി യൂസ് ചെയ്തിട്ട് ബ്രഷ് പൊസിഷനെ ഒരു ചെറിയ ആംഗിൾ ഷിഫ്റ്റ് ചെയ്യും. എവിടേക്ക് ഷിഫ്റ്റ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് റൊട്ടേഷനിലാണോ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്നത്, ഏത് ഡയറക്ഷനിലാണോ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്നത്, ആ ഡയറക്ഷനിലേക്ക് ബ്രഷിനെ ചെറിയൊരു ആംഗിൾ ഷിഫ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ക്രോസ് മാഗ്നറ്റൈസിങ് എഫക്റ്റിനെ നള്ളിഫൈ ചെയ്യുന്നത്. സോ ക്രോസ് മാഗ്നറ്റിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ആർമേച്ചറിനകത്ത് ലോവർ വാല്യൂ ഓഫ് കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് മെയിൻ ഫ്ലക്സിനെ ആർമേച്ചർ ഫ്ലക്സ് ഉണ്ടാക്കുന്ന ഡിസ്ട്രോഷനെ പറയുന്ന പേരാണ് ക്രോസ് മാഗ്നറ്റൈസിങ് എഫക്റ്റ്. ക്രോസ് മാഗ്നറ്റൈസിങ് എഫക്റ്റ് നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലാണോ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്നത്, ആ റൊട്ടേറ്റ് ചെയ്യുന്ന ഡയറക്ഷനിലേക്ക് ബ്രഷിൻ്റെ പൊസിഷനെ ചെറിയൊരു ആംഗിൾ ഷിഫ്റ്റ് ചെയ്തിട്ടാണ് ക്രോസ് മാഗ്നറ്റൈസിങ് എഫക്റ്റ് റെഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നള്ളിഫൈ ചെയ്യുന്നത്. അടുത്തതാണ് ഡീമാഗ്നറ്റൈസിങ് എഫക്റ്റ്. ഡീമാഗ്നറ്റൈസിങ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജനറേറ്റർ ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മളെ പോൾ ടിപ്പ് സാച്ചുറേറ്റഡ് ആവും. ജനറേറ്റർ ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പോൾ ടിപ്പ് സാച്ചുറേറ്റഡ് ആവും. ഈ പോൾ ടിപ്പ് സാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞാൽ ഇത് മെയിൻ ഫീൽഡ് ഫ്ലക്സിനെ ഈ ആർമേച്ചർ ഫീൽഡ് എന്ത് ചെയ്യും, ഡീമാഗ്നറ്റൈസ് ചെയ്യും. ഫുള്ളി ഒപ്പോസ് ചെയ്തിട്ട് ഡീമാഗ്നറ്റൈസ് ചെയ്യും. ദാറ്റ്സ് എഫക്റ്റ് ഈസ് കോൾഡ് ഡീമാഗ്നറ്റൈസിങ് എഫക്റ്റ് ഓഫ് ആർമേച്ചർ റിയാക്ഷൻ. അപ്പോൾ ലോഡ് ചെയ്യുന്ന സമയത്ത് പോൾ ടിപ്പ് സാച്ചുറേറ്റഡ് ആയതുകൊണ്ട് ഇത് ഡീമാഗ്നറ്റൈസിങ് എഫക്റ്റ് വരുന്നതാണ് ഡീമാഗ്നറ്റൈസിങ് എഫക്റ്റ് അല്ലെങ്കിൽ ആർമേച്ചർ റിയാക്ഷനിൽ ഡീമാഗ്നറ്റൈസിങ് എഫക്റ്റ്. അപ്പോൾ ചെറിയ ഡി സി ജനറേറ്ററിലൊക്കെ ആണെങ്കിൽ ഈ ഡീമാഗ്നറ്റൈസിങ് എഫക്റ്റ് നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീൽഡ് വൈൻഡിങ്ങിനകത്ത് ആംബിയർ ടേൺസ് ഇൻക്രീസ് ചെയ്യും. ഫീൽഡ് വൈൻഡിങ്ങിൻ്റെ ആംബിയർ ടേൺസ് ഇൻക്രീസ് ചെയ്ത് കൊടുത്തിട്ട് അല്ലെങ്കിൽ സ്ട്രെങ്തൻ ചെയ്ത് കൊടുത്തിട്ട് ഡീമാഗ്നറ്റൈസിങ് എഫക്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ നള്ളിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ചെറിയ മെഷീൻസിൽ മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ, വലിയ മെഷീൻസിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അത് പോസിബിൾ ആവില്ല. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്. നമ്മൾ ടെർമിനൽ പറഞ്ഞ സമയത്ത് ആർമേച്ചറിൻ്റെ ടെർമിനൽ പറഞ്ഞിരുന്നു, വൈൻഡിങ്ങിൻ്റെ ടെർമിനൽ പറഞ്ഞ സമയത്ത് C1 C2 ആൻഡ് C2 റെപ്രസെൻറ്റ് ചെയ്തിരുന്നത് കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് ആയിരുന്നു. ആ കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് യൂസ് ചെയ്യുന്നത് ഡീമാഗ്നറ്റൈസിങ് എഫക്റ്റിനെ നള്ളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇൻ ലാർജ് മെഷീൻസ്, സ്മോൾ മെഷീൻസിൽ നമ്മൾ ഫീൽഡ് വൈൻഡിങ്ങിൻ്റെ ആർമേച്ചർ ടേൺസ് ഇൻക്രീസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർമേച്ചർ കറണ്ട് ക്യാരി ചെയ്യുന്ന സെയിം കറണ്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന അതേ കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ക്യാരി ചെയ്യാൻ പറ്റുന്ന വൈൻഡിങ് ആണ് കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ആർമേച്ചറിൻ്റെ ഡീമാഗ്നറ്റൈസിങ് എഫക്റ്റിനെ ഒഴിവാക്കാൻ പറ്റുള്ളൂ. സോ കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് ഈസ് ക്യാരി സെയിം കറണ്ട് ആസ് ആർമേച്ചർ കണ്ടക്ടർ ക്യാരീസ്. ആർമേച്ചർ കണ്ടക്ടർ ക്യാരി ചെയ്യുന്ന അതേ കറണ്ട് കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് ക്യാരി ചെയ്യും, ബട്ട് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. റൈറ്റ്. ദോ ആ സമയത്ത് ആർമേച്ചർ ഫ്ലക്സിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സിന് ഈക്വൽ ആയിട്ടുള്ള ഫ്ലക്സ് ആര് പ്രൊഡ്യൂസ് ചെയ്യും, ഈ കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് നമ്മളുടെ ന്യൂട്രലൈസ് ചെയ്ത് പോവുകയും ചെയ്യും. ദിസ് ഈസ് ദ ആർമേച്ചർ റിയാക്ഷൻ എഫക്റ്റ്. ഞാൻ വളരെ സിമ്പിളായിട്ട് വളരെ ചുരുക്കിയിട്ടാണ് ആർമേച്ചർ റിയാക്ഷൻ പറഞ്ഞത്. ക്രോസ് മാഗ്നറ്റൈസേഷനും ഡീമാഗ്നറ്റൈസേഷനും അതിൻ്റെ റെമഡി.
ക്ലിയർ? ദെൻ അടുത്ത ഒരു സാധനമാണ് കമ്മ്യൂട്ടേഷൻ. കമ്മ്യൂട്ടേഷൻ എന്നല്ലെങ്കിൽ കമ്മ്യൂട്ടേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കളക്ട് ചെയ്തിട്ട് അതിനെ DC ആയിട്ട് റെക്ടിഫൈ ചെയ്യണം. അപ്പോൾ കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഈ ഒരു കമ്മ്യൂട്ടേഷൻ പ്രോസസ്സിനകത്ത് കറണ്ട് ചേഞ്ചസ് ഉണ്ടാകും, കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറും. ദറ്റ് മീൻസ് ലൈക്ക് ഫ്രം AC to DC നമ്മൾ പോകുന്ന സമയത്ത് കറണ്ടിൻ്റെ ഡയറക്ഷൻ സ്വാഭാവികമായിട്ടും മാറുന്നു, സിറ്റുവേഷൻസ് വരും. അപ്പോൾ നമ്മൾ കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റിനകത്ത് ഇങ്ങനെ ബ്രഷ് ഇവിടെ വരുന്ന സമയത്ത് കറണ്ടിൻ്റെ ഫ്ലോ ഇതിൻ്റെ സെൻറ്ററിൽ 2 കമ്മ്യൂട്ടർ സെഗ്മെൻറ്റിൻ്റെ ഇടയിൽ നമ്മൾ ബ്രഷ് ഫിക്സഡ് ആണ്, ഇങ്ങനെ വരുന്ന സമയത്ത് 2 ഡയറക്ഷനിൽ എന്ത് വരും? കറണ്ടിൻ്റെ ഫ്ലോ വരും. അപ്പോൾ ഈ 2 ഡയറക്ഷനിൽ കറണ്ടിൻ്റെ ഫ്ലോ വരുന്ന സമയത്ത് നോർമലി ഈ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഗ്രാജുവലി ആണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് കമ്മ്യൂട്ടേഷൻ ഈസ് കോൾഡ് സ്മൂത്ത് കമ്മ്യൂട്ടേഷൻ. ഗ്രാജുവലി ചേഞ്ച് ചെയ്യുക, അതിന് പതുക്കെ ചേഞ്ച് ചെയ്ത് വരുന്ന ഒരു സാധനമാണെങ്കിൽ, ആ കമ്മ്യൂട്ടേഷൻ പറയുന്ന പേരാണ് സ്മൂത്ത് കമ്മ്യൂട്ടേഷൻ. പക്ഷേ നമ്മുടെ ഈ ഒരു സ്വിച്ചിങ് എന്ന് പറയുന്നത് ഒരു ഹയസ്റ്റ് വാല്യൂ പെട്ടെന്ന് ലോവസ്റ്റ് വാല്യൂയിലേക്ക് ഒന്നും കണ്ടിട്ട് പെട്ടെന്നൊരു ഹയസ്റ്റ് ലോവസ്റ്റ് സ്വിച്ചിങ് ആണെന്ന് വിചാരിക്കുക, പെട്ടെന്നുള്ളൊരു സഡൻ ചേഞ്ച് ഇൻ കറണ്ടാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ സഡൻ ചേഞ്ച് ഇൻ കറണ്ടാണ് ചില സമയത്ത് നമുക്ക് ഉണ്ടാവുക. ആ സഡൻ ചേഞ്ച് ഇൻ കറണ്ട് കാരണം ഈ കമ്മ്യൂട്ടേഷൻ പ്രോസസ്സിനകത്ത് ഒരു പ്രശ്നമുണ്ട്, സ്പാർക്കിംഗ് ഉണ്ടാവും. ഈ ബ്രഷിനകത്ത് ഒരു സ്പാർക്കിംഗ് വരും. ദാറ്റ് ഈസ് കോൾഡ് റഫ് കമ്മ്യൂട്ടേഷൻ. റഫ് കമ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഡൻ ചേഞ്ചിങ് കറണ്ട് ഇൻ വൈൻഡിങ്. നമ്മുടെ ഈ കമ്മ്യൂട്ടേറ്ററിനകത്ത് സഡൻ ചേഞ്ച് ഇൻ കറണ്ടിങ് വരുന്ന സമയത്താണ് റഫ് കമ്മ്യൂട്ടേഷൻ എന്ന് നമ്മൾ പറയും. ആ റഫ് കമ്മ്യൂട്ടേഷൻ കൊണ്ടാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? സ്പാർക്കിംഗ് ഉണ്ടാകുന്നത് ബ്രഷിനകത്ത്. അപ്പോൾ ഈ റഫ് കമ്മ്യൂട്ടേഷൻ ഒഴിവാക്കിയേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ബ്രഷ് നമുക്ക് കത്തിപ്പോവും, അല്ലെങ്കിൽ ബ്രഷ് അതുകൊണ്ട് നമുക്ക് മെഷീൻസിനൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ റഫ് കമ്മ്യൂട്ടേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ കമ്മ്യൂട്ടേറ്ററിൻ്റെ ഇടയിലും എൻഡ് കണക്ഷൻസിൻ്റെ കോയിലിൻ്റെ ഇടയിൽ ഒരു റെസിസ്റ്റൻസ് വയ്ക്കും. ഈ കോയിലിൻ്റെയും കമ്മ്യൂട്ടേറ്ററിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു റെസിസ്റ്റൻസ് വെച്ചിട്ട് കറണ്ടിനെ നമ്മൾ എന്ത് ചെയ്യും? ഗ്രാജുവലി റെഡ്യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഗ്രാജുവലി ചേഞ്ച് ചെയ്ത് കൊണ്ടുവരും. അതാണ് ഒന്നാമത്തെ റെമഡി. രണ്ടാമത് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ബ്രഷ് എന്ത് ചെയ്താൽ മതി? ഹൈ റെസിസ്റ്റൻസ് ബ്രഷ് യൂസ് ചെയ്താൽ മതി. അത് നമുക്ക് പക്ഷേ എക്സ്പെൻസീവ് ആണ്. ഹൈ റെസിസ്റ്റൻസ് യൂസ് ചെയ്ത് നമുക്ക് റഫ് കമ്മ്യൂട്ടേഷൻ ഒഴിവാക്കാൻ പറ്റും. ഒന്നാമത്തെ നമുക്ക് ഈ കറണ്ടിനെ ഗ്രാജുവലി കൊണ്ടുവരാൻ വേണ്ടി റെസിസ്റ്റൻസിനെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക, കണക്ട് ചെയ്ത് കൊടുക്കുക. അടുത്തത് എന്ത് ചെയ്യുക? ഒരു ഹൈ വാല്യൂ റെസിസ്റ്റൻസ്, ഹൈ റെസിസ്റ്റൻസ് ഗ്രാഫൈറ്റിൻ്റെ ഹൈ റെസിസ്റ്റൻസ് ബ്രഷ് യൂസ് ചെയ്യാം. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ. മൂന്നാമത്തതാണ് ഇൻ്റർപോൾസ്. മൂന്നാമത്തെ ഒരു റെമഡിയാണ് ഇൻ്റർപോൾസ്. ഇൻ്റർപോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെഷീൻസിനകത്ത് മെയിൻ പോളിൻ്റെ ഇടയിൽ, ഇതാണ് നമ്മുടെ പോളെങ്കിൽ ഈ മെയിൻ പോൾ 4 പോളാന്ന് വിചാരിക്കുക. ഈ മെയിൻ പോൾസിൻ്റെ നോർത്ത് സൗത്ത് എന്ന് പറയുന്ന മെയിൻ പോൾസിൻ്റെ ഇടയിൽ ഞാൻ എന്ത് ചെയ്യാം? ചെറിയ ഒരു പോൾസിനെ വെച്ച് കൊടുക്കുക. ഈ പോളിനെ പറയുന്ന പേരാണ് ഇൻ്റർപോൾ. ഈ ഇൻ്റർപോളിൻ്റെ പൊളാരിറ്റി അല്ലെങ്കിൽ ഇൻ്റർപോളിൻ്റെ ടൈപ്പ് അല്ലെങ്കിൽ ഇൻ്റർപോളിൻ്റെ പൊളാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരാൻ പോകുന്നത് നോർത്താന്ന് വിചാരിക്കുക. വരാൻ പോകുന്ന ഏത് ഡയറക്ഷനിലാണോ അത് റൊട്ടേറ്റ് ചെയ്യുന്നത്, അപ്പോൾ അടുത്ത മെയിൻ ഫീൽഡ് ഏതാണോ, അടുത്ത മെയിൻ പോൾ ഏതാണോ, ആ മെയിൻ പോളിൻ്റെ അതേ പൊളാരിറ്റി ആയിരിക്കും ആർക്കുണ്ടാവുന്നത്? അടുത്തുള്ള ഇൻ്റർപോളിനുണ്ടാവുന്നത്. സോ ഇവിടെ നമുക്ക് സൗത്ത് ആണെങ്കിൽ ഇതിൻ്റെ ഇൻ്റർപോളിൻ്റെ പൊളാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്താണ്. അപ്പോൾ നെക്സ്റ്റ് വരാൻ പോകുന്ന പോൾ ഏതാണോ ആ പോളിൻ്റെ പൊളാരിറ്റി ഉള്ള ഒരു ചെറിയ പോളിനെ നമുക്ക് ആ 2 പോൾസിനിടയിൽ എന്ത് ചെയ്യും? ഫിറ്റ് ചെയ്ത് വയ്ക്കും. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റഫ് കമ്മ്യൂട്ടേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇൻ്റർപോൾസ് യൂസ് ചെയ്യുന്നത്. റൈറ്റ്. സോ ഇൻ്റർപോൾ എന്ന് പറയുന്നത് മെയിൻ പോളിനിടയിൽ വയ്ക്കുന്ന ചെറിയ പോൾസിനെയാണ് നമ്മൾ ഇൻ്റർപോൾ എന്ന് പറയുക. ഈ ഇൻ്റർപോളിന് പൊളാരിറ്റി നെക്സ്റ്റ് ഏതാണോ വരാൻ പോകുന്ന മെയിൻ പോൾ അതിൻ്റെ അതേ പൊളാരിറ്റി ആയിരിക്കും ആർക്കുണ്ടാവുന്നത്? ഇൻ്റർപോൾ ഉണ്ടാവുന്നത്. അത് ഏത് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് അനുസരിച്ച്. റൈറ്റ്. ദിസ് ദ ഇൻ്റർപോൾ. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് അടുത്ത ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. ഇനി പറയാനുള്ളത് ലാസ്റ്റ് സെക്ഷൻ, ലോസസ്. DC മെഷീൻസിലുള്ള ലോസസ് ഇൻ DC മെഷീൻ. DC മെഷീൻസിൽ ലോസസിന് 2 ലോസ് ആയിട്ടാണ് നോർമലി ഇത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് കോൺസ്റ്റൻറ്റ് ലോസും രണ്ടാമത്തത് വേരിയബിൾ ലോസും. 2 രീതിയിലാണ് ലോസ് വരുന്നത്. ഒന്ന് കോൺസ്റ്റൻറ്റ് ലോസ്, രണ്ടാമത്തത് വേരിയബിൾ ലോസ്. കോൺസ്റ്റൻറ്റ് ലോസിൽ വരുന്നത് ഒന്ന് കോർ ലോസ്, ദെൻ മെക്കാനിക്കൽ ലോസ്. കോർ ലോസും മെക്കാനിക്കൽ ലോസും കോൺസ്റ്റൻറ്റ് ലോസാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന കോർ ലോസിൽ 2 ലോസാണ്. ഒന്ന് ഹിസ്റ്ററിസിസ് ലോസും രണ്ടാമത്തത് എഡി കറണ്ട് ലോസും. നമുക്ക് പ്രധാനപ്പെട്ട ലോസാണ് ഇത്. വളരെ കൂടുതൽ നമുക്ക് കേട്ട് വെച്ചിരിക്കുന്ന ലോസാണ് ഹിസ്റ്ററിസിസ് ലോസും എഡി കറണ്ട് ലോസും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഹിസ്റ്ററിസിസ് ലോസ് നോക്കാം. ഹിസ്റ്ററിസിസ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ
മാഗ്നറ്റൈസേഷൻ്റെ റിവേഴ്സൽ മൂലം ഉണ്ടാകുന്ന ലോസാണ് നമുക്ക് ഹിസ്റ്ററിസിസ് ലോസ് എന്ന് പറയുന്നത്. ആർമേച്ചർ കോറിൻ്റെ മാഗ്നറ്റൈസേഷൻ്റെ റിവേഴ്സൽ കൊണ്ടുണ്ടാകുന്ന ലോസാണ് ഹിസ്റ്ററിസിസ് ലോസ്. അപ്പോൾ ഹിസ്റ്ററിസിസ് ലോസ് നോർമലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്റ്റെയ്ൻമെൻസ് ഫോർമുല വെച്ചിട്ടാണ്. ഹിസ്റ്ററിസിസ് ലോസ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എച്ച് ബി റേസ് ടു എം 1.6 എഫ് ഇൻറ്റു വി. ഇതാണ് ഹിസ്റ്ററിസിസ് ലോസിൻ്റെ ഫോർമുല. ഇത് ഞാൻ ഈ ഫോർമുല പറയാൻ കാരണം ഈ പ്രൊപ്പോർഷണാലിറ്റി റേസ് ടു 1.6 പലതവണ പി എസ് സി ചോദിച്ചതാണ്. റേസ് ടു 1.6 പലതവണ ചോദിച്ചതാണ്. അപ്പോൾ ഹിസ്റ്ററിസിസ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റൈസേഷൻ റിവേഴ്സൽ കൊണ്ടുണ്ടാകുന്ന ലോസാണ് ഹിസ്റ്ററിസിസ് ലോസ്. അപ്പോൾ ഹിസ്റ്ററിസിസ് ലോസ് റെഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? അതിന് പ്രോപ്പറായിട്ടുള്ള മെറ്റീരിയൽ യൂസ് ചെയ്താൽ മതി. ഹിസ്റ്ററിസിസ് ലോസ് കുറവുള്ള മെറ്റീരിയൽ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു റെമഡി എന്നിവർക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ കോൺസ്റ്റൻറ്റ് ലോസിലെ കോർ ലോസിലെ രണ്ടാമത്തെ ലോസാണ് എഡ്ഡി കറണ്ട് ലോസ്. എഡ്ഡി കറണ്ട് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്ഡി കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ടാണ് എഡ്ഡി കറണ്ട്. എഡ്ഡി കറണ്ട് കൊണ്ടുണ്ടാകുന്ന ലോസിനെ പറയുന്ന പേരാണ് എഡ്ഡി കറണ്ട് ലോസ്. ഈ എഡ്ഡി കറണ്ട് ലോസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോറിനെ അല്ലെങ്കിൽ എല്ലാത്തിനെയും നമ്മൾ ലാമിനേഷൻ ചെയ്യുന്നു. ലാമിനേഷൻ ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് ഏരിയ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു സിംഗിൾ ബ്രിക്ക് ആക്കുന്നതിന് പകരം ലാമിനേറ്റ് ചെയ്ത് ചെറിയ ചെറിയ പീസ് ആക്കുമ്പോൾ നമുക്കതിന് എഡ്ഡി കറണ്ട് എന്ത് ചെയ്യാൻ പറ്റും? റെഡ്യൂസ് ചെയ്യാം. പ്രൊഡ്യൂസ് ചെയ്യുന്ന എഡ്ഡി കറണ്ടിൻ്റെ എഫക്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ എഡ്ഡി കറണ്ടിൻ്റെ ലോസ് റെപ്രസെൻറ്റ് ചെയ്യാൻ എഡ്ഡി കറണ്ട് ലോസ് ഇസ് ഈക്വൽ ടു കെ ഇൻ ഡി ബി റേസ് ടു 2 എഫ് റേസ് ടു വി ഇൻറ്റു ടി റേസ് ടു 2. ഇതിനകത്ത് ബി എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയാണ്, എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസിയാണ്, വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം ഓഫ് ആർമേച്ചർ കോറാണ്, ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിക്നെസ് ഓഫ് ലാമിനേഷനാണ്. ഇവിടെയും വി വോളിയം ഓഫ് ആർമേച്ചർ കോറാണ്, എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസിയാണ്, ബി മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയാണ്, കെ എച്ച് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി, ഇവിടെയും കെ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. ഈ പവറിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ട് പലതവണ പി എസ് സി ചോദിച്ചിട്ടുണ്ട്. 1.6ഉം 2ഉം അത് മാറിപ്പോരുത്. ഹിസ്റ്ററിസിസ് ലോസിനകത്ത് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ 1.6ഉം എഡ്ഡി കറണ്ട് ലോസിനകത്ത് സ്ക്വയറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ എഡ്ഡി കറണ്ട് ലോസ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ യൂസിങ് ലാമിനേഷൻസ്. അപ്പോൾ നമ്മൾ അതാണ് കോർ ലോസും മെക്കാനിക്കൽ ലോസും. മെക്കാനിക്കൽ ലോസിലേക്ക് വരുന്ന സമയത്ത് അടുത്ത മെക്കാനിക്കൽ ലോസിൻ്റെ ടൈപ്പാണ് ഒന്ന് വിൻറ്റേജ് ലോസ്, രണ്ടാമത്തത് ഫ്രിക്ഷൻ ലോസ്. വിൻറ്റേജ് ലോസും ഫ്രിക്ഷൻ ലോസും. ഇനി വേരിയബിൾ ലോസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്ന് കോപ്പർ ലോസ്, ദെൻ സ്ട്രേ ലോസ്. കോപ്പർ ലോസ് നമുക്ക് രണ്ട് സ്ഥലത്തുണ്ടാവും. ഒന്ന് ആർമേച്ചറിലുണ്ടാവും, രണ്ടാമത്തത് ഫീൽഡിലുണ്ടാവും. സ്ട്രേ ലോസ് നമുക്ക് രണ്ട് സ്ഥലത്തുണ്ടാവും. ഒന്ന് കോപ്പർ സ്ട്രേ ലോസും രണ്ടാമത്തത് കോർ സ്ട്രേ ലോസും. ഇത്രയാണ് നമുക്ക് ഡി സി ജനറേറ്ററിൻ്റെ ലോസസ് എന്ന് പറയാം. ലോസസിൻ്റെ മെയിനായിട്ട് രണ്ട് ക്ലാസിഫിക്കേഷനാണ്, കോൺസ്റ്റൻറ്റ് ലോസും വേരിയബിൾ ലോസും. കോൺസ്റ്റൻറ്റ് ലോസിലെ ലോസാണ് കോർ ലോസ്, മാഗ്നറ്റിക് ലോസ്. കോർ ലോസിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഹിസ്റ്ററിസിസ് ലോസും എഡ്ഡി കറണ്ട് ലോസ്. ഇവിടെ വേരിയബിൾ ലോസിൽ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് കോപ്പർ ലോസ്, ആർമേച്ചറിൽ കോപ്പർ ലോസ്, ഐ സ്ക്വയർ ആർക്ക് ലോസ്. റൈറ്റ്, ദെൻ ദിസ് ഇസ് ദ ഡിഫറെൻറ്റ് ലോസസ് ഇൻ ഡി സി ജനറേറ്റർ. ഇനി നമുക്ക് ഈ ലോസസ് വെച്ച് കഴിഞ്ഞാൽ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എഴുതാം. എഫിഷ്യൻസി ഓഫ് എ ഡി സി ജനറേറ്റർ. എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഔട്ട്പുട്ട് ബൈ ഇൻപുട്ടാണ്. ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്, അല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ നമുക്ക് എഴുതാൻ പറ്റുന്നൊരു സാധനമാണ് ഔട്ട്പുട്ട് പ്ലസ് ലോസസ്. അപ്പോൾ ഔട്ട്പുട്ട് പ്ലസ് ലോസസിൽ നമുക്ക് രണ്ട് ലോസ് ഉണ്ട്, കോൺസ്റ്റൻറ്റ് ലോസ് ഉണ്ട്, അതേപോലെ തന്നെ വേരിയബിൾ ലോസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് ഞാൻ വി ഇൻറ്റു ഐ റെപ്രസെൻറ്റ് ചെയ്തു. ഔട്ട്പുട്ട് വി ഇൻറ്റു ഐ പ്ലസ് വേരിയബിൾ ലോസ് ഐ സ്ക്വയർ ആർ ഐ ലോസ് പ്ലസ് കോൺസ്റ്റൻറ്റ് ലോസിനെ ഡബ്ല്യു സി എന്ന് ഞാൻ ടോട്ടലി റെപ്രസെൻറ്റ് ചെയ്തു. സോ ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ എ എഫിഷ്യൻസി. ഇനി എപ്പോഴാണ് ഡി സി ജനറേറ്ററിന് മാക്സിമം എഫിഷ്യൻസി വരുന്നത്? മാക്സിമം എഫിഷ്യൻസി വെൻ കോൺസ്റ്റൻറ്റ് ലോസ് ഇസ് ഈക്വൽ ടു വേരിയബിൾ ലോസ്. കോൺസ്റ്റൻറ്റ് ലോസും വേരിയബിൾ ലോസും ഈക്വൽ ആവുന്ന സമയത്താണ് നമുക്ക് മാക്സിമം എഫിഷ്യൻസി എന്ന് പറയുന്ന സിറ്റുവേഷൻ വരുന്നത്. അപ്പോൾ ആ സമയത്ത് കോൺസ്റ്റൻറ്റ് ലോസ് ഇസ് ഈക്വൽ ടു വേരിയബിൾ ലോസസ് എന്ന് പറഞ്ഞാൽ IA സ്ക്വയർ RA. സോ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ദ കറണ്ട് അറ്റ് ദ മാക്സിമം എഫിഷ്യൻസി IA is equal to constant loss divided by RA, square root of constant loss divided by RA. ഇത് വെച്ചിട്ട് ചിലപ്പോൾ മേ ബി ഒരു സിംഗിൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ പ്രോബ്ലംസ് എന്ത് ചെയ്യാൻ പറ്റും, ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ദിസ് ഇസ് ദ എഫിഷ്യൻസി ഓഫ് DC ജനറേറ്റർ. റൈറ്റ്. സോ ഇത്രയാണ് നമുക്ക് ഡി സി ജനറേറ്ററിൽ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്കൊരു ബ്രീഫായിട്ടൊരു റിവൈസ് പോലെ അല്ലെങ്കിൽ ഒരു റിമൈൻഡർ പോലെ നമുക്ക് പറയാനുള്ള സാധനങ്ങൾ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, കൂടുതലും നമ്മൾ ആ കാര്യത്തിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഇത്രയും തിയററ്റിക്കൽ കൺസെപ്റ്റുകൾ ആസ് ഡി സി ജനറേറ്റർ പാർട്ടിനകത്ത് നമുക്ക് ഓർത്തിരിക്കണം.
അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും ഓർത്തിരിക്കണം. വളരെ ഷോർട്ടായിട്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് മാത്രം ചെയ്ത ഒരു വീഡിയോ ആണ് ഈ വീഡിയോ. I think it's clear the concepts. If any doubts, you can WhatsApp me to my number +91-977-813-987. It's also available in our website also. +91-977-813-987. Don't call, only WhatsApp your doubts. Okay, thank you.